കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവോടവനൊട്ടിച്ചു. ഒലിവായിരുന്ന നമ്മെ നാട്ടൊലിവോടവനൊട്ടിച്ചു. സൽഫലം കായ്ച്ചുലഞ്ഞിടട്ടെ, വല്ലഭനുല്ലാസമാകട്ടെ. സൽഫലം കായ്ച്ചുലഞ്ഞിടട്ടെ, വല്ലഭനുല്ലാസമേകട്ടെ. കുരിശിന്റെ തണലാണെന്റെ അഭയാമെന്നേശുനായക. കുരിശിന്റെ തണലാണെന്റെ അഭയാമെന്നേശുനായക. തുണയെനിക്കേകിടേണമേ, അണയുന്നു പാദപീഠേ ഞാൻ. തുണയെനിക്കേകിടേണമേ, അണയുന്നു പാദപീഠേ ഞാൻ. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന വലിയ ഭാഗ്യമേറിയ പദവിയെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു സൂം മീറ്റിംഗിൽ കൂടുവാൻ സർവശക്തനായ ദൈവം അവസരങ്ങൾ ഒരുക്കി തന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകരോടുള്ളതായ നന്ദിയെ പ്രാരംഭത്തിൽ തന്നെ ഞാൻ അറിയിക്കുന്നു. ഇങ്ങനെയുള്ള ആ ഒരു മീറ്റിംഗിൽ ഞങ്ങളെ പ്രിയ സുഹൃത്തും ഞങ്ങളുടെയൊക്കെ വഴികാട്ടിയുമായ അനുഗ്രഹീതനായ ദേവദാസൻ പ്രിയ സോബിൻ പാസ്റ്റർ കഴിഞ്ഞ ദിവസം ശുശ്രൂഷിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം ആ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിലും ഭാഗ്യം തന്നു. അതേ തുടർന്നാണ് പ്രിയ അക്സ വിളിക്കുകയും ഞങ്ങളൊക്കെ ഒരു സഭാംഗമാണ്. അന്ന് ഞാൻ അക്സയെ കണ്ടിരുന്നു, പക്ഷേ എങ്കിലും എനിക്കത് പറയാൻ വിട്ടുപോയി. എങ്കിലും അക്സ ഓർമ്മയോടുകൂടെ പിന്നീട് സംസാരിക്കുവാനും പഴയ പരിചയങ്ങളൊക്കെയും പുതുക്കുവാനും പ്രാർത്ഥിപ്പാനൊക്കെയും കർത്താവ് അവസരങ്ങളെ ഒരുക്കി. എൻ്റെ വൈഫ് അനു ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആള് ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിലായിരിക്കുന്നു. പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കുക. ഇസ്രായേലിലാണ് വർക്ക് ചെയ്യുന്നത്, അവരെ ഓർത്ത് പ്രത്യേക പ്രാർത്ഥിക്കുക. അനുവിൻ്റെ സഭയിലെ അംഗങ്ങളാണ് പ്രിയ അക്സ, ജോസി, ഇവരൊക്കെ. എൻ്റെയും മാതൃസഭ അത് തന്നെയാണ്. അത് ഞങ്ങളെല്ലാവരും ഒരു സഭക്കാരാണ്. അങ്ങനെയുള്ള ഒരു പരിചയം ഉണ്ട്. പ്രത്യേക നിങ്ങളെല്ലാവരുമായി കാണുവാനും ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ ഒരുമിച്ചായിരിക്കാനും കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവ നിസ്സി എന്ന ഈ കൂട്ടായ്മ പ്രിയ സഹോദരിമാരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ചിന്ത തന്നെയാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞ ദിവസങ്ങളിലും ദൈവം ഇടയാക്കി. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായതിനാൽ വളരെ ആഗ്രഹത്തോടും അതിലധികമായി വളരെ പ്രാർത്ഥനയോടും കൂടിയാണ് ഈ മീറ്റിങ്ങിൽ കടന്നു വന്നത്. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ അക്സ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു മീറ്റിങ്ങിന്റെ ലിങ്ക് ഇതിലെ ഡേറ്റ് ഒക്കെ എഴുതിയിരുന്നത് കൊണ്ടാണ്, ഇത്രാമത്തെ ദിവസം എന്നൊക്കെ എഴുതിയിരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു കണ്ടിന്യൂസ് ആയിട്ട് പ്രയർ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം ജോയിൻ ചെയ്യാനായിട്ട് നോക്കിയത്. അപ്പോൾ അക്സ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന്. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ സന്തോഷം തോന്നി. ഈ കാലഘട്ടങ്ങളിൽ എല്ലാവരും മറന്നു പോകുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ തലമുറകൾ. എന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത് ആ തലമുറകളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളൊക്കെയും ജോലിയോടുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നന്മകളാൽ ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ജിജോ എന്നാണ്. ഞങ്ങൾ പാലക്കാടാണ്. പാലക്കാട് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ IPC തച്ചമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് തെക്കുംപുറം എന്നുള്ള സഭയിലെ ശുശ്രൂഷകനായി കഴിഞ്ഞ 2 വർഷമായിട്ട് ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഈ സാക്ഷ്യത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയങ്ങൾ അതിനുവേണ്ടി വേർതിരിക്കേണ്ടതായിട്ട് വരും. ചുരുക്കമായി ലഭിച്ച അവസരത്തിനുള്ളിൽ തന്നെ, സമയത്തിനുള്ളിൽ തന്നെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് ദൈവം നൽകിയ ചിന്തയുമായി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അക്സ എന്നോട് പറഞ്ഞതനുസരിച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സമയങ്ങളൊക്കെ ഉണ്ടെന്ന്, പക്ഷേ ഇതിന് യഥാർത്ഥത്തിലുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എത്ര മണി വരെയാണ് നമ്മുടെ ഇവിടുത്തെ സമയം എന്ന്. അക്സ ഞാൻ ഉറങ്ങുന്ന സമയമൊക്കെ വിചാരിച്ചുകൊണ്ട് അക്സ പറഞ്ഞു, അച്ചാച്ചൻ ഉറങ്ങുന്നത് ഒരു 10-10:30 ആണോ അതോ 11 മണിയാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അതൊന്നും ചിന്തിക്കേണ്ട, അതല്ല ഞാൻ ചോദിച്ചത്. നാട്ടിലെ 11 മണി വരെയാണ് സാധാരണ
ടൈം പാസ്റ്റർ നിയോഗം പോലെ തന്നെ ഒരു ഇച്ചിരി മുമ്പോട്ട് പോയാലും കുഴപ്പമില്ല. നാട്ടിൽ നമുക്ക് രണ്ടു മൂന്ന് വേണ്ട. പേര് ഉണ്ട്, കുഴപ്പമില്ല, അവര് ഒരു ദിവസത്തിനൊക്കെ ക്ഷമിച്ചോളും. ഓക്കെ ഓക്കെ. ഇല്ല ഇല്ല, നാട്ടിലുള്ളവരുടെ ക്ഷമയെ പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഓർത്ത് സന്തോഷത്തോടെ ആയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ഭൗതികമായ ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. അതിൻ്റെ ഒരു പഠനത്തോടുള്ള ബന്ധത്തിൽ കോട്ടയത്ത് അക്ഷയുടെയൊക്കെ സഭയിലാണ് എൻ്റെ പപ്പയുടെ സഹോദരിയും കുടുംബവും കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഞാനപ്പോൾ ഒരു യാക്കോബായ പാരമ്പര്യത്തിൽ വളർന്നു വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും മൂത്ത മകനായിട്ട് ജനിച്ച എനിക്കൊരു സഹോദരി കൂടിയുണ്ട്. ആത്മീയമായ കാര്യങ്ങളിൽ, സഭാപരമായ കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെറുപ്പം മുതലേ പള്ളിയിൽ പോവുകയും മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കൂടുകയും അതോടൊപ്പം തന്നെ അതിനുള്ള കാര്യാദികൾക്കെല്ലാം ചെയ്യുകയും ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു പള്ളിയിലെ ഒരു പുരോഹിതനാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ അതിനുള്ള കാര്യാദികളൊക്കെ ആ ചുറ്റവട്ടത്തോടു കൂടെ വളരുവാനൊക്കെ കർത്താവിൻ്റെ ഇത് ഭാഗ്യം തന്നു. അതിനുള്ള പ്രാരംഭ സ്റ്റെപ്പുകളൊക്കെ എടുത്തു. എങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നാകയാൽ എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ കോട്ടയം തിരുവഞ്ചൂരായ സമയത്ത് എൻ്റെ പപ്പയുടെ സഹോദരിയുടെ ഭർത്താവ് പ്രിയ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം അപ്പച്ചന് ആരെ കിട്ടിയാലും അവരോട് സുവിശേഷം പറയാതെ പോകത്തില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഞാനും പ്രിയ അപ്പച്ചനും കൂടെ ഞങ്ങളൊരു വിവാഹത്തിന് പോയി. ഞങ്ങളുടെ മറ്റൊരു കുടുംബത്തിലൊരു വിവാഹത്തിന് പോയപ്പോൾ അവിടെ CSIയിലെ ഒരു കുടുംബമാണ് അവർ. അവിടെ ഇരുന്നപ്പോഴത്തേക്കിനും അവിടെ ഒരു അച്ഛൻ വന്ന് ഇതിനിപ്പോൾ അപ്പച്ചൻ എന്നോട് പറയാ, നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി ഇച്ചിരി നേരം സുവിശേഷം പറയാം, അച്ഛനോട് വർത്തമാനമൊക്കെ പറയാം. അപ്പോൾ ഏകദേശം അദ്ദേഹത്തിന്റെ സ്വഭാവം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ വീട്ടിൽ നിൽക്കാൻ പോയ എൻ്റെ അവസ്ഥ ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാം. അങ്ങനെ കൃപയാൽ ദൈവത്തിന്റെ വചനം ഇടവിടാതെ എന്നോട് സംസാരിച്ചു. ഞാൻ പള്ളിയിലെ ഒരു പാട്ട് പാടുമ്പോൾ ഈവൻ അത് ബാത്റൂമിൽ നിന്നായാലും ഞാൻ പാടിയാൽ തിരിച്ചിറങ്ങി വരുമ്പോൾ അപ്പച്ചൻ എന്നെ പിടിച്ചു നിർത്തി ചോദിക്കുന്നു, ഈ പാടിയതിന്റെ അർത്ഥം എന്താ, വേദോത്സവത്തിനകത്ത് അത് എവിടെയാ ഉള്ളത് എന്നെല്ലാം ചോദിച്ച് എന്നോട് അതുമായിട്ട് എൻ്റെ പാട്ടിനെ വേദോത്സവവുമായി കണക്ട് ചെയ്ത് എന്നോട് സുവിശേഷം പറയാനായിട്ട് ആ പ്രിയപ്പെട്ട പിതാവ് സാവകാശം കണ്ടെത്തി. ഞാൻ നിങ്ങളോട് അടുക്കൽ അത് പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നൽകിയതായ ഒരു ചിന്ത, സാഹചര്യം ഏതായാലും സാരമില്ല, ഏത് സാഹചര്യത്തിലും ആരോടും സുവിശേഷം പറയാനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കണ്ടിരിക്കുന്നത്. ആകയാൽ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരാരും സുവിശേഷാത്മാവില്ലാത്തവരല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടെ തന്നെ ആത്മാവിന്റെ നിറവിൽ ഞാൻ പ്രാരംഭത്തിൽ പറവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിയോഗിക്കുന്നതായ സമയങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തിയോടെ ഒരു സുവിശേഷക എന്നുള്ള നിലയിൽ ധീരതയോടെ നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ ഒന്നും കളയരുത്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. അങ്ങനെ കൃപയാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും അവിടെ ആ തിരുവഞ്ചൂർ സഭയിൽ തന്നെ സ്നാനപ്പെടുവാനും ആ സഭയിൽ ഒരു അംഗമായി മുൻപോട്ട് പോകുവാനും ഒക്കെ കർത്താവ് അവസരങ്ങൾ ഒരുക്കി തന്നു. ആ സമയത്തൊന്നും അനുവിനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ചിന്തിക്കരുത്, കണ്ടിട്ടില്ല. എന്നാൽ അതിന് ശേഷം എൻ്റെ പഠനത്തിന് ശേഷമായി ഞാൻ ഡൽഹിയിലേക്ക് ജോലിയുള്ള ബന്ധത്തിൽ കടന്നു പോവുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ സഭയിലെ തന്നെ ഒരു വിവാഹത്തിന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ പോയി വരുമ്പോൾ ഇനി അടുത്തത് ആരുടെയാണ് കല്യാണം എന്നുള്ളത് ഇങ്ങനെ ഇവർ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പച്ചന് അവിടെ ചിലർ പറഞ്ഞു, ഇനിയിപ്പോൾ അടുത്തത് ഇന്നാരുണ്ട് എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അനു ഉണ്ട് എന്ന് പറഞ്ഞു. അന്നേരം അപ്പച്ചനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, ജിജോമോനുണ്ട്, ഇനിയിപ്പോൾ അവന്റെ കാര്യവും കൂടെ നമ്മൾ തന്നെ നോക്കണം, കാരണം അവന്റെ അപ്പൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. കാരണം പിതാവ് ഭയങ്കരമായ എതിർപ്പായിരുന്നു. ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ധാരാളം എന്താ പറയുക ഉപദ്രവങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നു. അപ്പോൾ അതിന്റെ നടുവിൽ ഒരു കാരണവശാലും എൻ്റെ ആത്മീയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ഭൗതികമായ കാര്യങ്ങളിലൊന്നും പിതാവ് ഒരു ശ്രദ്ധയും ചെയ്യില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു നമ്മൾ തന്നെ ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അടുത്തിരുന്ന ഒരു ആന്റി പറഞ്ഞു, എന്നാ പിന്നെ ഇവരെ തമ്മിൽ അങ്ങ് ആലോചിച്ചാൽ എന്താ എന്ന് ചോദിച്ചു. ആ വണ്ടിയിൽ ഉണ്ടായ ആ ഒരു സംസാരമാണ് കൃപയാൽ ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കാൻ സർവശക്തനായ ദൈവം വഴിയൊരുക്കി. അങ്ങനെ കർത്താവ് അത്ഭുതകരമായി ദൈവത്തിന്റെ വലിയ പദ്ധതികളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഏകദേശം ഒരു 2-3 വർഷത്തോളം എൻ്റെ പിതാവ് ഞാനുമായിട്ട് യാതൊരു വിധത്തിലുള്ളതായ സമ്പർക്കങ്ങളുമില്ല. നിങ്ങൾക്കറിയാം, ഡൽഹിയിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും കൊണ്ടുവരുന്നതായ സാധന സാമഗ്രികൾ പോലും പിറ്റേ കൊല്ലം ഞാൻ വരുമ്പോൾ അലമാരിയിൽ കവർ പോലും പൊട്ടിക്കാത്ത നിലയിൽ വെച്ചിരുന്ന ഒരു അപ്പൻ. പക്ഷേ കൃപയാൽ ദൈവമാറ്റങ്ങൾ വരുത്തി താൻ പോയത് തിരഞ്ഞെടുത്ത ഒരു നല്ല പാതയാണ് എന്നൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള വഴികളൊക്കെയും ജീവിതത്തിൽ ദൈവം ഒരുക്കി കൊടുത്തു. അങ്ങനെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം സഹായിച്ചു. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ദൈവം എന്നെ കണ്ടിരുന്നത് കൊണ്ട് തന്നെ ഭൗതികമായ ജോലി ചെയ്യുമ്പോഴും ദൈവവേല എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ വളരെ ഒരു കോണിൽ ഒതുങ്ങിക്കിടന്നതായ ഒരു കാര്യമായിരുന്നു. ദൈവം അതിനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നു. കർത്താവ് ഡൽഹിയിൽ വെച്ചും ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ളതായ അവസരങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്നു.
ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഹിന്ദിയായിരുന്നു. ഞാൻ ഹിന്ദിയിൽ തന്നെ പഠിച്ച് എൻ്റെ ഹയർ സ്റ്റഡീസ് എല്ലാം ഞാൻ ചെയ്തതെല്ലാം ഹിന്ദിയിലാണ്. ആ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചു, ദൈവമേ എന്തിനാ ഹിന്ദി പഠിക്കുന്നത്? ഹിന്ദി ടീച്ചർ ആകാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടെ പഠിച്ചു. അല്പസ്വല്പമായി പഠിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയ സമയത്താണ് നിങ്ങൾക്കിതൊക്കെയും ഹൃദയത്തിലെ ആഗ്രഹം പോലെ തന്നെ എനിക്കും തോന്നി ഒന്ന് വിദേശത്തേക്കൊക്കെ ഒന്ന് പോകണം. ഹിന്ദി പഠിച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല എന്നുള്ളതായ ആഗ്രഹത്തിലാണ് വിദേശത്ത് പോകാൻ വേണ്ടി എക്സ്റേ വെൽഡിംഗ് പഠിക്കാനാണ് ഈ കോട്ടയത്ത് പോയത്. പക്ഷേ അതെൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. വീണ്ടും തിരികെ ഡൽഹിയിൽ കൊണ്ടുപോയി. അപ്പോഴെനിക്ക് മനസ്സിലായി, ദൈവം എന്നെ ഹിന്ദി പഠിപ്പിച്ചത് വെറുതെയല്ല. വർഷങ്ങളായി ഡൽഹിയിൽ താമസിക്കുന്ന കർത്തൃദാസന്മാർ ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ മലയാളികളുടെ ഇടയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരുടെ നടുവിൽ ശക്തമായി ആ കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി ഹിന്ദിയിൽ സംസാരിക്കുവാനും ഹിന്ദിയിൽ സുവിശേഷം പറയുവാനും ഹിന്ദിയിൽ പരസ്യയോഗങ്ങൾ നടത്തുവാനും ഒക്കെ അന്ന് കർത്താവ് എന്നെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. ദൈവം അവസരങ്ങൾ തന്നു. ദൈവം അതിനുള്ളതായ കൃപ നൽകി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ ഒരു കാര്യവും വെറുതെ ആയല്ലോ ദൈവമേ എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഒരു കാര്യവും വെറുതെയല്ല. എല്ലാം സമയത്ത് അത് പൊങ്ങി വരുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ടാകയാൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞങ്ങൾക്ക് കർത്താവ് 2 തലമുറകളെ തന്നു, ക്രിസ്റ്റീന ആൻഡ് ക്രിസ്റ്റോ. ഇരുവരും സന്തോഷത്തോടെ ആയിരിക്കുന്നത്. ക്രിസ്റ്റീന 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്കും ക്രിസ്റ്റോമോൻ 5ൽ നിന്ന് 6ലേക്കുമാണ് ആയിരിക്കുന്നത്. തലമുറകളെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണമേ. എൻ്റെ മമ്മി ഞങ്ങളോട് കൂടിയുണ്ട്. മമ്മിക്ക് ശാരീരികമായ അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പാർക്കിൻസൺസ് എന്നുള്ള രോഗത്താൽ ഭാരപ്പെടുന്നു. പരിപൂർണമായ ഒരു സൗഖ്യം സാധ്യമല്ല എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളതെങ്കിലും യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ ഇപ്പോഴും ആയിരിക്കുന്നു. കൃപയാൽ കർത്താവ് വഴി നടത്തേണ്ടതിനായി നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. എൻ്റെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. താൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മാതാവ് ഞങ്ങൾ പറയാതെ തന്നെ ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട ദൈവകൃപയിൽ ജീവിക്കുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. ഞാൻ ഇത്ര കൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നൽകിയതായ ദൈവിക ചിന്തയിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഞാൻ ഈ കൂട്ടായ്മയെ പറ്റി അന്ന് അറിഞ്ഞ സമയം മുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ എന്താണ് അവരുടെ ആഗ്രഹം, അല്ലെങ്കിൽ ആ കൂട്ടായ്മ എന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, സഹോദരിമാരുടെ ഇടയിൽ ഉള്ള കൂട്ടായ്മയാണ്, സഹോദരിമാരാണ് കൂടുതൽ എന്ന് അന്ന് കയറിയപ്പോൾ എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്താണ് ഇവരുടെ അടുക്കൽ ഞാൻ എന്താ സംസാരിക്കണ്ടേ, എന്താണ് ദൈവമേ എന്നോട് പറയണത് എന്ന് ചോദിച്ച ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവികമായ ആലോചന പ്രാപിച്ച് ദൈവം നൽകിയതായ ഒരു ചിന്ത അല്പനേരത്തേക്ക് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കണമേ. വളരെ ആത്മാർത്ഥതയോടുകൂടെ ഞാൻ പറയട്ടെ, എൻ്റെ കഴിവ് കൊണ്ടോ ഞാൻ പഠിച്ചു വെച്ചത് കൊണ്ടോ ഞാൻ എഴുതി വെച്ചത് കൊണ്ടോ ഒരു കാര്യം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ സംസാരിച്ചിട്ട് ധാരാളമായി എനിക്ക് മടങ്ങിപ്പോകാം. പക്ഷെ അതുകൊണ്ട് ഈ വന്നിരിക്കുന്നവരിൽ ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. എന്നാൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവിന്റെ മുമ്പാകെയാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്ന കർത്താവേ, അവിടുത്തെ വലിയ സാന്നിധ്യത്തിന്റെ മറവ് ഞങ്ങളെ മറച്ചത് ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാത്രി കർത്താവിന്റെ പാഠപീഠത്തിൽ ഞങ്ങളായിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകണമേ. ബലഹീനനായ അടിയനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ കർത്താവെ സമർപ്പിക്കുന്ന എൻ്റെ കഴിവില്ല, എൻ്റെ കൃപയില്ല കർത്താവെ, ദൈവത്തിന്റെ കൃപ മാത്രം ഒന്നുകൊണ്ട് മാത്രം നിലനിൽപ്പാ ദൈവം സഹായിക്കണമേ. എൻ്റെ കുറവുകളെ മാറ്റണമേ, പോരായ്മകളെ മാറ്റണമേ കർത്താവെ. എൻ്റെ നാവിനോട് കൂടെ ദൈവ സാന്നിധ്യം ഇരിക്കണമേ കർത്താവെ. കേൾക്കുന്നതായ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഡിവൈസിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അങ്ങ് ശക്തീകരിക്കണമേ. അവരുടെ ഹൃദയങ്ങളോട് ദൈവാത്മാവ് ഇടപെടുമാറാകണമേ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കണമേ. ഓരോ വ്യക്തികളുടെയും കർത്താവ് ഹൃദയത്തിലെ ആഗ്രഹങ്ങളും കർത്താവെ ആരോടും പറയാതെ അകത്തളങ്ങളിൽ കർത്താവ് മറച്ചു വെച്ച് ദൈവത്തോട് മാത്രം പറഞ്ഞ്, അല്ല ദൈവത്തോട് പോലും പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ പേരിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവാത്മാവ് ഇടപെടണം. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് വരും നിമിഷങ്ങളെ ഏൽപ്പിച്ചടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം.
അവൾ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. മതി. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ ഒരു ഭാഗം. പ്രത്യേകാൽ ദൈവദാസിമാരായതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം തവണ കേട്ടിട്ടുള്ളതും, എസ്പെഷ്യലി സഹോദരിമാരുടെ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ പല മീറ്റിങ്ങുകളിലും പലരും സംസാരിച്ചിട്ടുള്ളതുമായ ദൈവവചനമായിരിക്കാം. എന്നാലും ഇന്ന് രാത്രിയിലും ഈ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവത്തിൽ നിന്ന് അകന്ന ദൈവജനത്തിന്റെ നാശം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുമ്പോൾ ദൈവത്തിങ്കലേക്ക് അടുത്തു വന്ന് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാൽ അന്യജാതിക്കാരായാലും അവരോടുള്ള ദൈവിക അനുഗ്രഹമാണ് രൂത്തിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞാൽ തൊട്ടു മുൻപത്തെ പുസ്തകമായ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദൈവത്തിൽ നിന്ന് അകന്ന ദൈവജനത്തിന്റെ നാശം പ്രസ്താവിക്കുമ്പോൾ തൊട്ടടുത്ത പുസ്തകമായ രൂത്തിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, അന്യജാതിയിൽപ്പെട്ടവളായാലും വേണ്ടാത്തവളായി ആർക്കും വേണ്ടാത്തവളായി മാറ്റി നിർത്തപ്പെടുന്നവളായിരുന്നാലും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ദൈവത്തിങ്കലേക്ക് അടുത്തു വരുവാൻ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ഈ ദൈവം എന്റെ ദൈവം എന്ന് പറയാൻ തയ്യാറായാൽ അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. സ്തോത്രം. അത് വായിച്ചങ്ങനെ അറ്റം വരെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഏറ്റവും മഹത്തരമായ പദവിയിലേക്ക് രൂത്തിനെ എത്തിപ്പാൻ, ഒന്നുകൂടെ പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉന്നതനായ രാജാവിന്റെ വല്യമ്മച്ചി എന്നുള്ള പദവിയിലേക്ക് രൂത്തിനെ എത്തിക്കാൻ കാരണമായത് ഹല്ലേലൂയ രൂത്തിന്റെ ഈ തീരുമാനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നാം വായിച്ച വേദഭാഗത്ത് നാം ഇങ്ങനെയാണ് കാണുന്നത്, അവർ പൊട്ടിക്കരഞ്ഞു, അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റിച്ചേർന്നു. അവിടെ നമ്മൾ ആദ്യം വായിച്ചിങ്ങനെയാണ്, അവർ പൊട്ടിക്കരഞ്ഞു. ഇരുവരും, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ അവർ 3 പേരും. സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. രൂത്തും നവോമിയും ഓർപ്പയും എല്ലാം പൊട്ടിക്കരഞ്ഞു. അവർ പൊട്ടിക്കരഞ്ഞിട്ട് അവർ തമ്മിൽ ചുംബിച്ച് പിരിയേണ്ടുന്ന ഒരു അവസ്ഥയെത്തിയിരിക്കുക. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഓർപ്പ തന്റെ അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. ഒരു വാക്ക് ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ സ്നേഹത്തോടെ നമ്മെ അടുപ്പിച്ച് ചേർത്ത് നിർത്തി നമ്മെ മാറോടണച്ച മാതാവിന്റെയും പിതാവിന്റെയും ഒക്കെ സ്നേഹചുംബനം നമുക്കൊരിക്കലും മറക്കാൻ കഴിയത്തില്ല. ഒരു ചിന്തകൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഞാൻ കരഞ്ഞപ്പോൾ എന്റെ അമ്മ ആകെ ചിരിച്ച ഒരേ ഒരു സമയമേ ഉള്ളൂ. ആമേൻ. അത് ഏത് സമയമാണെന്ന് നമുക്കെല്ലാം അറിയാം. നാം ഉണ്ടായ സമയം. നിങ്ങളൊക്കെയും ആ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയവരാകാം. എത്ര വേദന സഹിച്ച്, എത്ര കഷ്ടപ്പാടിന്റെ നടുവിലും, എത്ര വേദനയുടെ അത്രയും ഭയാനകമായ സാഹചര്യത്തിന്റെ നടുവിലൊക്കെയും പക്ഷേ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഉള്ളിൽ നിന്നും കരച്ചിലല്ല, മറിച്ച് ഒരു ചെറു പുഞ്ചിരി വരികയാണ്. ആ കിടക്കയുടെ അടുക്കലേക്ക് ആ പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുവന്ന് ചേർത്ത് വെക്കുമ്പോ, ആ കുഞ്ഞിനെ ചെരിഞ്ഞു കിടന്നൊരു ഉമ്മ കൊടുക്കുമ്പോ ആ ചുംബനത്തിന്റെ അർത്ഥമെന്ന് വളരെ വലുത് തന്നെയാണ്. അതൊരിക്കലും മറക്കാനാവത്തില്ല. ഹല്ലേലൂയ. അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. അങ്ങനെ എന്റെ അമ്മ, ഞാൻ കരഞ്ഞപ്പോൾ എന്റെ അമ്മ ചിരിച്ച ആ ദിവസത്തിലാണ് ഇന്ന് രാത്രി നിങ്ങളുടെ അടുക്കലായിരിക്കുന്നത്. കൃപയാൽ കഴിഞ്ഞ വർഷങ്ങളിൽ കർത്താവ് എന്നെ അത്ഭുതകരമായി സൂക്ഷിച്ചു. ഇന്നെന്റെ ജന്മദിനം കൂടിയാണ്. അങ്ങനെ ഇപ്രകാരം ഒരു അവസരം കിട്ടിയതിൽ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്ന ദൈവവചനവുമായി നിൽപ്പാൻ നിങ്ങളുടെ ഇടയിൽ വരാൻ ദൈവം ഭാഗ്യം തന്നല്ലോ. സ്തോത്രം. കരയുന്ന കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റുവാൻ ഒരു ചുംബനത്തിന് കഴിയും. പിണങ്ങിയവരുടെ പിണക്കം മാറ്റുവാൻ ഒരു ചുംബനത്തിന് കഴിയും. മുറിവേറ്റവരുടെ വേദന അകറ്റാൻ ഒരു സ്നേഹചുംബനം കൊണ്ട് കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ചുംബനം കൊണ്ട് പിരിഞ്ഞു പോകുന്ന ഒരു മകളെയും ഒരമ്മയെയുമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇതേ ചുംബനം തന്നെയാണ് ആത്മാർത്ഥ അഥവാ കപടമായ ആത്മാർത്ഥ ബന്ധത്തെ, കപടമായ സ്നേഹത്തെ, കപടമായ ബന്ധത്തെ തിരിച്ചറിയിക്കുന്നതും ഈ ചുംബനം കൊണ്ട് തന്നെയാണ്. സ്തോത്രം. കപട ആത്മാർത്ഥത തിരിച്ചറിയാൻ പറ്റുന്നതും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല പലപ്പോഴും. പലരും നമ്മൾ പറഞ്ഞ ആത്മാർത്ഥമായി കൂടെ നിന്നതിനെ ഒറ്റിക്കൊടുക്കുന്നതും ചുംബനം കൊണ്ട് കാണിച്ചുകൊണ്ടാ. ജീവിതത്തിൽ ചിലതൊക്കെ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത്, ചില സാഹചര്യങ്ങൾ വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
മറന്നു പോകാതെ ഓർക്കണമേ. എല്ലാവരും അടുത്ത് നിൽക്കുന്നതും എല്ലാവരും സ്നേഹത്തോടെ ഞാനുണ്ടാകും, കൂടെ ഉണ്ടാകും. ഇപ്പോഴത്തെ ഇവിടുത്തെ യൂത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞവരൊന്നും കൂടെയില്ലാതെ നിൽക്കുമ്പോൾ ആത്മാർത്ഥതയെ തിരിച്ചറിയുവാൻ ഈ കാലഘട്ടങ്ങളിൽ നാം തയ്യാറാകണമെന്ന് സ്നേഹത്തോടുകൂടെ പ്രാരംഭത്തിലെ ഓർമ്മിപ്പിക്കുകയാ. ആരാണ് കൂടെ നിൽക്കുന്നവര്, ആരാണ് കൂടെ നിൽക്കാത്തവര്, ആരാണ് ഒറ്റിക്കൊടുക്കുന്നവര്, കൂടെ നിൽക്കുന്നുണ്ട്, കരയുന്നുണ്ട്, കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ ഈ ദിനം ദൈവദിനം തയ്യാറാകണമെന്ന് പ്രാരംഭത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ജീവിതത്തിൽ ചിലതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ കരച്ചിലും ചുംബനവും ഈ വിട്ടുപിരിയലിന്റെയുമായ ആ ഒരു സിറ്റുവേഷൻ കടന്നു വരുമ്പോൾ. സ്തോത്രം. നമുക്കറിയാം ഈ കുടുംബം കടന്നുപോയ വഴികളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എത്ര വേദനാജനകമായ വഴികളിൽ കൂടിയാണ് കടന്നുപോയത്. എലീമേലെക്ക്, നവോമി, 2 പുത്രന്മാർ നോർമലി രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു കുടുംബമാണ്. നമ്മളൊക്കെ പറയാറുണ്ട്, ഞാനീ പറഞ്ഞ എൻ്റെ പപ്പയുടെ സഹോദരി ആ അപ്പച്ചനും അവർക്ക് 4 പെൺമക്കളാണ്. എൻ്റെ പപ്പയുടെ സഹോദരിമാർക്കൊക്കെയും ഒരാണും ഒരു പെണ്ണും. അങ്ങനെ ഇവർക്ക് 4 പെൺമക്കളെ കിട്ടി. ഈ 4 പെൺമക്കൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ പപ്പയടക്കം സകലരും പറഞ്ഞു, കുഞ്ഞുഞ്ഞമ്മയുടെ ജീവിതം ഇതോടെ തീർന്നു, ഇനി കുഞ്ഞുഞ്ഞമ്മ ഉയരത്തില്ല. കാരണം എന്താ? 4 പെൺമക്കളാ. ഹല്ലേലൂയ. നിങ്ങൾ അക്ഷയോട് ചോദിച്ചാൽ അറിയാം ഇന്ന് ആ കുടുംബം ആയിരിക്കുന്ന സാഹചര്യം. ദൈവം അവരെയൊക്കെ മാനിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാവർക്കും, ഞങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാവർക്കും ഒരു ആശ്രയമായിട്ട് ഈ 4 ചേച്ചിമാർ മാറുന്ന ഒരു അവസ്ഥ വരെയും പലപ്പോഴും ജീവിതത്തിലുണ്ടായി. ഞാനെന്ന് പറയുന്നത് എലീമേലെക്കിന്റെ ജീവിതം കണ്ട്, എലീമേലെക്കിന്റെ കുടുംബം കണ്ട് സകലരും പറഞ്ഞു, 2 ആൺപിള്ളേരല്ലേ, അവര് സുഖമായി ജീവിച്ചുകൊള്ളും. പക്ഷേ സാഹചര്യം മാറി പറഞ്ഞു. നോർമലി രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുള്ള കുടുംബമാണ്. പക്ഷേ ക്ഷാമം വന്നപ്പോൾ അവർ മടി പിടിച്ച് കിടന്നില്ല, പരദേശിയാകാൻ അവർ തീരുമാനമെടുത്തു. ഇന്ന് രാത്രികാലം ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ക്ഷാമം വരും, വേദനകൾ വരും. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ജീവിത സന്ധാരണത്തിനു വേണ്ടി പരദേശിയാകാൻ തീരുമാനമെടുത്ത ആ ഒരു കുടുംബത്തെ ഓർക്കുന്നത് നല്ലതാ. സ്തോത്രം. നിങ്ങളിൽ പലരും ഇതുപോലെ ആയിരിക്കാം. പലരും, എനിക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും ആയിരിക്കുക. ജീവിത സന്ധാരണത്തിനു വേണ്ടി, ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി, ഒരു മുന്നേറ്റത്തിന് വേണ്ടി, ഒരു നന്മ, ഒരു ഭൗതികമായ ഒരു ഉയർച്ച എന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കണമെന്ന് നാളുകളായി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ എത്തപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അതും ഒരു ധൈര്യം തന്നെയാണ്. സ്തോത്രം. ഒത്തിരി പേര് ക്ഷാമം വന്നപ്പോൾ തീർന്നുപോയി, എന്നാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യാദികൾ ചെയ്ത് ഇവിടം കൊണ്ട് കഴിഞ്ഞു പോകാമെന്ന് കരുതിയപ്പോൾ ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ, എലീമേലെക്ക് അങ്ങനെ ഒരു തീരുമാനമല്ല എടുത്തത്. എലീമേലെക്ക് തീരുമാനമെടുത്തു, അല്ല, പരദേശിയായി പോയാലും സാരമില്ല, ഒരൽപ്പം മാറിപ്പോകേണ്ടി വന്നാലും സാരമില്ല, ഇന്നലെ വരെ ഞാൻ ഉണ്ടാക്കിയ വീട് വിടേണ്ടി വന്നേക്കാം, ഇന്നലെ വരെ ഞാൻ ഉണ്ടാക്കി വെച്ചതായ ഭൗതികമായ സമ്പത്തുകളൊക്കെ ചിലപ്പോൾ എനിക്ക് വിറ്റ് അടുത്തൊരാൾക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാ. സാരമില്ല, എന്നാലും കുഴപ്പമില്ല, പരദേശിയായി പോയാൽ എവിടെ പോയാലും എന്റെ ദൈവം എന്നെ പരിപാലിക്കും എന്നുള്ള ഒരു ബോധ്യമുള്ള ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ എലീമേലെക്കിന്റെ ജീവിതത്തിൽ എലീമേലെക്കിനുള്ള ധൈര്യം എന്താണെന്ന് അറിയാമോ? ഏതൊരു ക്ഷാമത്തിനും എന്നെ തീർത്തു കളയാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നീ തീർന്നെന്ന് കരുതി ലോകം വിറങ്ങലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്തൊരു സ്റ്റെപ്പ് വെക്കാനാ എലീമേലെക്ക് നിനക്ക് ദൈവകൃപ. ക്ഷാമത്തിൽ തീരുമെന്ന് ലോകം പറയുമ്പോൾ, ഈ ക്ഷാമം കൊണ്ട് നീ ഇല്ലാതായി പോകുമെന്ന് ലോകം പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് വെക്കാനാ ഹല്ലേലൂയ എലീമേലെക്ക് ദൈവം നിന്റെ മേൽ കൃപ പകർന്നിരിക്കുന്നത്. സ്തോത്രം. നാളുകളുടെ എക്സ്പീരിയൻസ് ഇരിക്കുന്നവരിൽ പലർക്കും പറയാനുണ്ടാകും, നാളുകളുടെ എക്സ്പീരിയൻസ് പറയാനുണ്ടാകാം. പക്ഷെ ഇന്നും ക്ഷാമമല്ലേ? സ്തോത്രം. പലരും പറയാറുണ്ട്, വർഷം ഇത്രയായി ഞാൻ സൗദി വന്നിട്ട്, വർഷം ഇത്രയായി ഞാൻ ദുബായ് വന്നിട്ട്, വർഷം ഇത്രയായി ഞാൻ UK വന്നിട്ട്, അയർലൻഡിൽ വന്നിട്ട്, പക്ഷേ ഇന്നും നാട്ടിൽ നിന്ന് പോയി വരണമെങ്കിൽ 3 വട്ടം ആലോചിക്കണം. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുള്ളതാ. പക്ഷെ നമ്മുടെ അവസ്ഥകൾക്കൊക്കെ ദൈവം മാറ്റം വരുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു,
ഓടിച്ചതിന് പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് എലീമലേക്ക് നീ മറന്നു പോകരുത്. ഈ ക്ഷാമം വരുത്തി നിന്നെ കുടുംബമായി നിന്നെ ഈ ദേശത്ത് നിന്ന് ഓടിച്ചു വിട്ടതിന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നുള്ളത് എലീമലേക്ക് നീ മറന്നു പോകരുത്. അയ്യോ, ഞാൻ പരദേശിയായി പോകേണ്ടി വന്നല്ലോ, ഞാൻ ഉണ്ടാക്കിയ വീട് വിട്ട് പോരേണ്ടി വന്നല്ലോ, എൻ്റെ ഭർത്താവിനെ വിട്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ട്, എൻ്റെ അപ്പനെ എൻ്റെ അമ്മയെ വിട്ട് ഞാൻ ഓടിപ്പോരേണ്ടി വന്നല്ലോ, ഇവിടെ വന്ന് കഷ്ടപ്പെടേണ്ടി വന്നല്ലോ, മറ്റുള്ളവരുടെ മുമ്പാകെ കർത്താവേ ഞാൻ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ, എലീമലേക്ക് നവോമിയെ, നീ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നീ പേടിക്കണ്ട. നിന്നെ ദൈവം വിളിച്ച് നിന്നെ ദൈവം ഓടിച്ചെങ്കിൽ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത്. എലീമലേക്ക് ഓടിച്ചത് ഒറ്റപ്പെടുത്താനല്ല, ഹല്ലേലൂയ, ദൂത് നവോമിയിൽ കൂടെ നിറവേറ്റി തരാനാ ദൈവം എലീമലേക്ക് നിന്നെ കൊണ്ടുപോയത്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, എലീമലേക്കിനെ ദൈവം എന്ത് ക്രൂരത എലീമലേക്കിനോട് കാണിച്ചത്, കർത്താവേ നീ എന്ത് കഷ്ടതയാ ആ നവോമിയോട് കാണിച്ചത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ വരുത്തരുതേ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ തിരുവചനത്തിന്റെ പഠനത്തിങ്കിൽ എനിക്ക് മനസ്സിലായി, അല്ല, ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ എലീമലേക്ക് തീർന്നാലും, മഹ്ലോൻ തീർന്നാലും, കില്യോൻ തീർന്നാലും, നവോമിയെ, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടതിനെ കൊണ്ടല്ലാതെ മറ്റു ചിലതിനെ കൊണ്ട് നിന്നെ മാനിപ്പാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നുണ്ടെങ്കിൽ, ആരൊക്കെ തകർത്തെറിഞ്ഞെന്ന് പറഞ്ഞാലും, അധരാധന വൈഡമനകക്ഷസ്യ അൽഖരേ ധീമനബരബലബല വൈഡൽഖരാരിയാന്തനാരവ എന്തിനെനിക്ക് പരദേശവാസം തന്നു, എന്തിനെന്നെ പരദേശിയായി ഈ ദേശത്തേക്ക് അയച്ചെന്ന് ചോദിച്ച് ദൈവത്തോട് ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങളെ ഇന്ന് രാത്രി സ്റ്റോപ്പ് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിട്ട് പറയുന്നു, ദൈവത്തിന് എനിക്ക് നിന്നെ കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട് നവോമിയെ. അതുകൊണ്ടാ നിനക്കുള്ള സകലത്തെയും ഇല്ലായ്മ ചെയ്ത് ഞാനാണ് നിന്നെ നയിച്ചതെന്ന്, ഞാനാണ് നിന്നെ കൊണ്ടുവന്നതെന്ന്, ഞാനാണ് നിന്നെ വളർത്തിയതെന്ന്, ഞാനാണ് നിന്നെ ഉയർത്തിയതെന്ന് ലോകം പറയത്തക്ക നിലയിൽ നിന്നെ മാനിക്കണമെങ്കിൽ എലീമലേക്കില്ലെങ്കിലേ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിന്നെ മാനിക്കണമെങ്കിൽ മെഹ്ളോനും കില്യോനും നഷ്ടപ്പെട്ടേ മതിയാകത്തുള്ളൂ. തീർത്താ തീരാത്ത നഷ്ടം അനുഭവിച്ച ചിലതിനോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ, നിന്റെ തീർത്താ തീരാത്ത നഷ്ടമായിരിക്കാം, ആർക്കും മടക്കിക്കൊണ്ടുവരാൻ കഴിയാത്ത നഷ്ടമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി വ്യക്തമായി ദൈവത്തിലെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, മടക്കി കൊണ്ടുവരാനാകാത്ത നഷ്ടത്തിന്റെ നടുവിലും നഷ്ടത്തെ നികത്തി അത്ഭുതകരമായി പരിപാലിപ്പാൻ എന്റെ ദൈവം മതിയായ ദൈവമത്രേ. ചുടാറ മന വൈഡമനകക്ഷസ്യ. ആമേൻ. കൂടെ ഇറങ്ങിയ എലീമലേക്ക് തീർന്നാലും, ഹല്ലേലൂയ, കരുതണ്ട മഹ്ളോനും കരുതണ്ട കില്യോനും തീർന്നാലും, നോക്കണ്ട ഓർപ്പ ചുംബിച്ച് വിട്ടുപിരിഞ്ഞാലും, ആർക്കും വേണ്ടാത്തൊരു രൂത്തിനെ ദൈവം നിനക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാ. ആരുമില്ലാത്തിടത്താ എത്തപ്പെട്ടെന്നോർത്ത് ഭാരമുണ്ടല്ലേ? ഹല്ലേലൂയ. ദൈവമേ, എന്നെ സഹായിപ്പാൻ ഇവിടെ ആരുമില്ല. സ്തോത്രം. എനിക്കെതിരെ ഹല്ലേലൂയ എന്റെ എംപ്ലോയർ തിരിഞ്ഞാൽ അവിടെ കൊണ്ട് ഞാൻ തീർന്നു പോയെന്നുള്ളൊരു ചിന്തയുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. എംപ്ലോയറെ ന്യായം പഠിപ്പിക്കുവാൻ, എംപ്ലോയറെ കൊണ്ട് തന്നെ ചെലവിന് ധരിപ്പിക്കുവാൻ എന്റെ ദൈവം മതിയായവനാണെന്നുള്ളത് രൂത്തിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം വ്യക്തമായി ഓർപ്പിക്കട്ടെ. അല്ലേ, ആരൊക്കെ എതിരി നിന്നെന്ന് പറഞ്ഞാലും, ആരൊക്കെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞാലും, ആരൊക്കെ തകർത്ത് കളയാൻ പദ്ധതികൾ ഇട്ടെന്ന് പറഞ്ഞാലും, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വളരെ വ്യക്തമായി തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഓർപ്പിക്കട്ടെ, നിന്നെ പരിപാലിപ്പാൻ എന്റെ ദൈവം മതിയായ ദൈവം. ആർക്കും വേണ്ടാത്ത ചിലതിനെ കൊണ്ട്, ആർക്കും വേണ്ടാത്ത ചിലരെ കൊണ്ട് ദൈവം നിന്നെ സൂക്ഷിക്കും. ആർക്കും വേണ്ടാത്ത ചിലരെ കൊണ്ട് നവോമിയെ ദൈവം നിന്നെ പരിപാലിക്കും എന്നുള്ളത് മറന്നു പോകരുത്. സ്തോത്രം. ദൈവം ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ കണ്ടത് അങ്ങനെയാണ്. ചേർത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു, ഓർപ്പയുടെ രൂത്തിന്റെ ഒക്കെ കരച്ചിൽ കണ്ടപ്പം ഭൗതികമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള വായിച്ച ഓർപ്പ അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. നമ്മളെപ്പോഴാ പൊട്ടിക്കരയുന്നത്? അത്രത്തോളം സങ്കടം സഹിക്കാൻ മേലാതെ വരുമ്പോൾ പൊട്ടിക്കരച്ചിൽ കണ്ടപ്പോ ഞാൻ ഓർത്തു, ഇപ്പൊ രണ്ടുപേരും പൊട്ടിക്കരച്ചിലും കഴിഞ്ഞ് ഒരു കെട്ടിപ്പിടുത്തം കഴിഞ്ഞ് രണ്ടുകൂടെ വീട്ടിനകത്തോട്ട് പോകുന്നു. ഇല്ല, ഒന്നേ പോയുള്ളൂ. ഒരുത്തി പറഞ്ഞു, ടാറ്റ ബൈ ബൈ മമ്മി, ഞാൻ പോവുക. സ്തോത്രം. ഇങ്ങനെ ഹല്ലേലൂയ ചേർത്ത് നിർത്തുമെന്ന് കരുതിയര് ചേർത്ത് നിർത്താതിരിക്കുമ്പോൾ ഒരു കാര്യം ഓർപ്പിച്ച് പറയട്ടെ, ദൈവം ചിലരെ നിനക്ക് വേണ്ടി ഒരുക്കും. അത് അന്യദേശത്തായാലും
ക്ഷാമം കാരണം സ്വന്തം ദേശം വിട്ട് ഓടി ദൂരത്ത് പോയിരിക്കുക. ജീവിത സന്ധാരണത്തിന് വേണ്ടി ദൂരത്ത് പോയിരിക്കുക. സ്വന്തം ഭവനം വിട്ട് ദൂരത്ത് പോയിരിക്കുക. ബന്ധുമിത്രാദികളെ വിട്ട് ദൂരത്ത് പോയിരിക്കുക. ചാർച്ചക്കാരെ വിട്ട് ദൂരത്ത് പോയിരിക്കുക. ഇപ്പൊ കരയണ്ട, കരയണ്ട. ഹല്ലേലൂയ. ദൈവം ചേർത്ത് നിർത്തും. ദൈവം ചിലരെ ഒരുക്കും. പ്രതീക്ഷിക്കാത്ത ചിലരെ ദൈവം ഒരുക്കും. അത് അന്യദേശത്തായാലും ദൈവം ഒരുക്കും. സ്തോത്രം. ഹല്ലേലൂയ. 5-6 വാക്യങ്ങൾ നമുക്കത് കാണാം. 5-6 വാക്യങ്ങൾ ഒന്ന് നോക്കാം. 5-6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും മാത്രം ശേഷിച്ചു. ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവർ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട്. സ്തോത്രം, സ്തോത്രം. ആമേൻ. നമ്മള് ആണെങ്കിൽ ഈ സാഹചര്യത്തിന് നടുവിൽ ഇങ്ങനെ ഒരു സാഹചര്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നാൽ പിന്നെ ആരെങ്കിലും പറയുന്ന ദൈവപ്രവൃത്തി കേൾക്കാൻ നിൽക്കത്തില്ല. സ്വാഭാവികമാണ്. എന്റെ ചിന്ത അത് തന്നെ. ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രശ്നവും ഒക്കെ വരുമ്പോൾ കാര്യം പ്രാർത്ഥനയുള്ളവനായിരുന്നു, ആരാധനയുള്ളവനാണ്, പാട്ടുള്ളവനാണ്, എല്ലാം ശരി തന്നെയാ, പ്രാർത്ഥിക്കുന്നവനാ, പ്രസംഗിക്കുന്നവനാ, എല്ലാം ശരിയാ. പക്ഷെ ജീവിതത്തിൽ സകലയിടത്തും സകല ഇടങ്ങളിലും പ്രതികൂലം വന്ന് എല്ലാം കൊണ്ട് തകർന്നു പോയി എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ആരെങ്കിലും വന്ന് ദൈവം വിടുവിക്കുന്നവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല പ്രിയപ്പെട്ടവരെ. കേൾക്കാൻ മനസ്സ് കാണിക്കത്തില്ല. അതാ മനുഷ്യന്റെ സ്വഭാവം. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ ആ പ്രൊഫൈലിൽ കണ്ടതുപോലെ ഞങ്ങള് ഈ പാലക്കാട് ജില്ലയില് പൊതുവെ പറയുന്നത് മിഷണറിമാരുടെ എന്താ പറയുക ഊഷര ഭൂമി എന്നാ പാലക്കാടിനെ പറ്റി പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളത് പോലെ തിരുവല്ല, കോട്ടയം ഭാഗങ്ങളിലുള്ളത് പോലെ ഒന്നും സഭകളോ വലിയ വലിയ സഭകളോ വലിയ വലിയ കൂട്ടായ്മകളോ ഒന്നും പാലക്കാട് ജില്ലയിലില്ല. പിന്നെ ഞങ്ങളൊക്കെ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പരസ്യയോഗങ്ങൾ നടത്താനായിട്ടുള്ള അവസരം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ പരസ്യയോഗങ്ങൾ നടത്താനായിട്ട് കവലകൾ തോറും പോയി അവിടെ നിന്ന് ഒരു 2 പാട്ടൊക്കെ പാടി സുവിശേഷം പറഞ്ഞ് യേശു രക്ഷകനാണ് എന്നുള്ളൊരു വാക്കെങ്കിലും അവിടെ പറഞ്ഞിട്ട് പോരാൻ നോക്കും. പലയിടങ്ങളിലും ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത് ഇവിടെ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട പല കോളനികളിലൊക്കെ ഉൾഗ്രാമങ്ങളിലൊക്കെ നമുക്ക് പോകാനുള്ള അവസരങ്ങൾ ലഭിച്ച് അവിടെ പോകുമ്പോഴൊക്കെ കാണാൻ കഴിയുന്നത് ആളുകൾ ഓടി വന്ന് നമ്മുടെ അടുക്ക വന്ന് അവര് ചിലപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഈ കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് ഞങ്ങൾ പോയിടത്ത് ഞാനിങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മച്ചി ഞങ്ങളുടെ മുമ്പിൽ കൂടെ അങ്ങോട്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് അവിടെ പോയി കുറച്ചു നേരം കൈകെട്ടി നിന്നേച്ചിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അമ്മച്ചി പിന്നെ തിരിച്ച് ഇങ്ങോട്ട് നടക്കുന്നു. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാൽ ആളുകൾക്ക് ഇത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിന്ന് തരാൻ മടിയാ. അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. നിങ്ങൾ ഞങ്ങളുടെ പ്രദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ജനം സുവിശേഷം കേൾക്കാൻ ദൈവം അവസരം ഒരുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിചാരിക്കും നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ പോയിട്ട് നമുക്കൊരു ആരാധനയ്ക്ക് പോകണമെങ്കിൽ ആരുടെയും ഒന്ന് വിളിച്ചു ചോദിച്ചാൽ നമ്മൾ നിൽക്കുന്നതിന്റെ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ നമ്മൾ നിൽക്കുന്നതിന്റെ ചുറ്റിലും 9 സഭയുടെ പേര് നമുക്ക് കിട്ടും. പക്ഷെ പാലക്കാട് വന്നു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ പോയാലേ നിങ്ങൾക്ക് അടുത്തൊരു സഭ കിട്ടത്തുള്ളൂ. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ സാരം അത്രയും. പക്ഷെ അവസ്ഥകൾക്കൊക്കെ ദൈവം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദേശത്ത് ധാരാളം സഭകൾ, ധാരാളം പ്രവർത്തനങ്ങൾ, ദൈവദാസന്മാരൊക്കെ ധാരാളമായി ദേശത്ത് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ വന്ന് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ദൈവം പ്രവർത്തിച്ച വിധങ്ങളെ പറ്റി പ്രതികൂലത്തിന്റെ നടുവിൽ ഇരിക്കുമ്പോൾ കേൾക്കാൻ വലിയ മനസ്സൊന്നും കാണിക്കത്തില്ല. പക്ഷേ നവോമിയുടെ ഒരു പ്രത്യേകത നമ്മൾ കണ്ട്, ഭർത്താവ് മരിച്ചു, മക്കൾ 2 മരിച്ചു. ആ സമയത്താണ് ദൈവം പ്രവർത്തിച്ച വിധങ്ങളെ പറ്റി കേൾക്കുന്നത്. അപ്പൊ തന്നെ ചെയ്യുന്ന ഒരു കാര്യം, മടങ്ങിപ്പോകാൻ ഒരു മനസ്സ് നവോമിക്കുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങിപ്പോകാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇരിക്കുന്ന ഞാനടക്കം നമ്മളൊക്കെ പലപ്പോഴും പറയാം, ഞാൻ മിടുക്കനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, സൂം മീറ്റിംഗ് പ്രസംഗിക്കുന്നുണ്ട്, വെള്ളയിട്ട് നടക്കുന്നുണ്ട്. സംഭവമൊക്കെ ശരി തന്നെയാ. പക്ഷേ എന്തൊക്കെയോ പഴയ സംഭവങ്ങളൊക്കെ വിട്ടുപോന്ന പല സംഭവങ്ങളും ഒരു മടങ്ങിപ്പോക്ക് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്ന യാക്കോബായിലോട്ട് മടങ്ങിപ്പോകാനല്ല, വിട്ടുപോകുന്ന ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലോട്ടോ ഓർത്തഡോക്സിലോട്ടോ മടങ്ങിപ്പോകാനായിട്ടല്ല. പറഞ്ഞതിന്റെ സാരം, ആരംഭ നാളിൽ ഉണ്ടായിരുന്ന ചിലതൊക്കെ വിട്ടിട്ടുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ട്, ഞാൻ വിട്ടുപോകുന്നതിലേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. ശരിയാ, സംഭവം ഓക്കെ. പക്ഷേ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന് ഇപ്പൊ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തുന്നു. വിദേശ രാജ്യത്തേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ മുഴങ്കാലും അടക്കി കട്ടിലിന്റെ ചോട്ടിലിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇപ്പൊ ഉണ്ടോ പ്രിയപ്പെട്ടവര്? സ്തോത്രം. ഹല്ലേലൂയ. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, ഈ
അനു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ ആളുള്ളത് കൊണ്ട് പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന സമയത്തൊക്കെ ചാച്ചാ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ഇന്നതുപോലൊരു പ്രതികൂലമാണല്ലേ, ഇന്ന പ്രതികൂലം എനിക്ക് വരുന്നുണ്ട്. ആ വള്ള കാര്യം തന്നെ പറഞ്ഞു പറയും. എനിക്കറിയാം അങ്ങനെയുള്ളൊരു പ്രതികൂലം എൻ്റെ ജീവിതത്തിലോ അനുവിന്റെ ജീവിതത്തിലോ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സാധാരണ ഇരുന്നുള്ള ഒരു പ്രാർത്ഥന കൊണ്ട് നടക്കില്ല. എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള പ്രത്യേകത, ആ സമയത്ത് മുഴങ്കാല് മടക്കി കട്ടിലിന്റെ ചോട്ടിൽ മുഴങ്കാല് മടക്കി ആ കട്ടിലോട്ട് എൻ്റെ തല കുനിച്ചു വെച്ച് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഉറപ്പാണ് ആ പ്രാർത്ഥനയെ മറികടന്ന് പോകാൻ ഒരു പ്രതിസന്ധിക്കും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ഒരു മടങ്ങിപ്പോക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്കാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നവോമിയെ, നിന്റെ പ്രാർത്ഥനയിലേക്ക് നിനക്ക് മടങ്ങിപ്പോകണമെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത വിധങ്ങളെ, ദൈവം അവിടെ അവരെ നടത്തിയ വിധങ്ങളെ, ഞാൻ വിട്ടുപോകുന്ന ദേശത്ത് ദൈവം എന്റെ ജനത്തെ നടത്തിയ വിധങ്ങളെ പറ്റി ഇവിടെ കേട്ടപ്പോൾ എനിക്കൊന്ന് മടങ്ങിപ്പോകണമെന്ന ആഗ്രഹമുണ്ടായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസിമാരോട് വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക്, ഇന്നലകളിലെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അവൻ യഹോവ നിസ്സി, ഇന്നലകളിലെ പ്രാർത്ഥനയിലേക്ക് യഹോവ നിസ്സി, ഇന്നലകളിലെ ഉപവാസത്തിലേക്ക് യഹോവ നിസ്സി, ഇന്നലകളിലെ ചെയിൻ പ്രയറിലേക്ക് ഒരു മടങ്ങിപ്പോക്ക്. റീബാന വൈഡമനകശസിയ അധോരെ ധീമന റബൽകഥ അന്ധരെ റീഖിയാന്ധനാരവ ചൂടേ രകഷിയാന്ധരാധന രഹസ്യാന്ധരാധവ. യഹോവ നിസ്സിയുടെ പ്രാരംഭ സമയത്തിലെ ചിലതിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഇന്ന് രാത്രി അനിവാര്യമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. പ്രാരംഭ സമയത്തിലെ ചില തീരുമാനങ്ങളിലേക്ക്, പ്രാരംഭ സമയത്തിലെ ചില ഉടമ്പടികളിലേക്ക്, പ്രാരംഭ സമയത്തിലെ ചില ലിസ്റ്റുകൾ, ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർപ്പിക്കുന്നു. ലിസ്റ്റിൽ നിന്നും ചിലതൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് ലിസ്റ്റ് ഉണ്ട്, പക്ഷെ ലിസ്റ്റിന് ഇടയ്ക്ക് ചിലതൊക്കെ വിട്ടുപോയതിലേക്കൊരു മടങ്ങിപ്പോക്ക് ഇന്ന് രാത്രി ഉണ്ടാകണമെന്ന് വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുകയാണ്. നവോമി തീരുമാനിച്ചു, ഞങ്ങൾക്കൊരു മടങ്ങിപ്പോകണം. സ്തോത്രം. നിന്റെ അവസ്ഥയിൽ കൂടെ പോയവർക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് അറിഞ്ഞപ്പോഴാ നവോമിക്ക് മടങ്ങിപ്പോകണമെന്ന് തീരുമാനമുണ്ടായത്. ഉപവാസത്തിന് റിപ്ലൈ കൊടുത്ത പ്രകാരം കേട്ടപ്പോ ഒന്ന് മടങ്ങിപ്പോകണമെന്ന് തോന്നലുണ്ടായി. ആമേൻ. ഇന്നലകളിലെ ആരാധനയിൽ നിന്ന് ദൂരത്താണോ, ഇന്ന് രാത്രി ഓർപ്പിക്കുന്നു, ആ ആരാധനയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് വേണം. കൈയടിക്കാൻ ഇന്നലകളിൽ മടിയില്ലായിരുന്നു. നാട്ടിൽ ജോലിയില്ലാതിരുന്നപ്പോ കൈയടിക്കാൻ മടിയില്ല. നാട്ടിൽ രോഗത്താൽ ഭാരപ്പെട്ടപ്പോ കൈയടിക്കാൻ മടിയില്ലായിരുന്നു. പക്ഷെ രോഗം മാറി, ക്ഷീണം മാറി, പക്ഷെ ആരാധനയെങ്കിൽ കരമടിക്കാൻ, ആരാധനയെങ്കിൽ ഒരു ഉറക്കിയൊരു പാട്ടുപാടാൻ, കണ്ണടച്ചിരുന്ന ഒരു ആരാധനിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മടിയുള്ളൊരു കാലഘട്ടത്തിലേക്ക് വന്നെങ്കിൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, മടങ്ങിപ്പോകാൻ തയ്യാറാകണം. സ്തോത്രം. മറുപടി 9-ാം വാക്യം മുതൽ ദൂത് അതിന്റെ കാഠിന്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചുംബിച്ച് പറഞ്ഞയക്കാൻ ശ്രമം നടത്തി, ഓർപ്പ പിരിഞ്ഞുപോയി, പൊക്കോട്ടെ, കാര്യം അവിടെ ആ ഭാഗം ഞാൻ അവിടെ കൊണ്ട് വിടുകയാ. എന്നാൽ അടുത്ത് നമ്മൾ കാണുന്നതാണ്, നവോമി ആകുന്ന ശ്രമം നടത്തി രൂത്തിനെ ഒന്ന് പറഞ്ഞു വിടാൻ. ആ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ കേട്ടു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു കാരണവശാലും രൂത്തിന് അവിടെ ഇരിക്കണമെന്ന് തോന്നരുത്, ഒരു കാരണവശാലും രൂത്ത് അവിടെ നിൽക്കരുത് എന്നുള്ള ചിന്തയോടുകൂടിയാണ് നവോമി രൂത്തിനോട് സംസാരിച്ചത്. ഇനി നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് ഒരു വഴിയുമില്ല എന്നുള്ളത് വ്യക്തമായി പറഞ്ഞ് അവളും കൂടെ ഒന്ന് ചുംബിച്ച് പോകുന്ന പോട്ടെ. ഹല്ലേലൂയ. പിന്തിരിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ, എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറ്റാൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രയർ ഗ്രൂപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ നമുക്കറിയാം തീരുമാനമെടുക്കാനൊക്കെ ഒത്തിരി പേരുണ്ടാകും. സ്തോത്രം. ഞാനും ഒത്തിരി പ്രയർ ഗ്രൂപ്പില് അംഗമായിട്ടുള്ളതാണ്. പലതിൽ നിന്നുമൊക്കെ മാറിപ്പോന്നു. ഞാൻ മിടുക്കനായി, അവര് മോശമായത് കൊണ്ടല്ല കേട്ടോ. പലതിൽ നിന്നൊക്കെയും പല കാരണങ്ങളാൽ മാറിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പല പ്രാർത്ഥനാ കൂട്ടായ്മകളുടെയും കാര്യാദികൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുക, ഈ പ്രയർ ഗ്രൂപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ അതിനകത്ത് ഒരുപാട് ഒരുമിച്ച് നിൽക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ഒത്തിരി എടുക്കും. പക്ഷേ കാലപ്പഴക്കത്തിങ്കൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലിസ്റ്റിനകത്തുനിന്ന് ചിലതൊക്കെ വിട്ടുകളയും. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാരംഭത്തിൽ ഭയങ്കര തീരുമാനമാണ്. ആദ്യം പറയും നമുക്ക് ആഴ്ച 2 ദിവസം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ 2 മാറി 1 ആകും, പിന്നെ പറയും നമ്മുടെ പ്രാർത്ഥനയുടെ അവസാനം ഒരാൻറ്റി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, വിഷയങ്ങൾ മാറി 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 കുറഞ്ഞു വരികയാണ്. എന്നാൽ ഇന്നലകളിലെ നിന്റെ തീരുമാനം ആരുടെയെങ്കിലും ഒക്കെ വാക്ക് കേട്ട് അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പേഴ്സണലായും
ആസ് എ ടീം എന്നുള്ള നിലയിൽ നിങ്ങളോട് പറയുന്നു, ഏതെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, ഏതെങ്കിലും ഇന്നലകളിലെ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ, വാക്കുകൾ കേട്ട് ആരുടെയെങ്കിലും വാക്കിന് മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം വ്യക്തമായി ഓർപ്പിക്കട്ടെ. ആമേൻ. 14 വാക്യപ്രകാരം തീരുമാനം മാറ്റുന്ന ഓർപ്പ പറയുക, ഞങ്ങൾ പോരുക എന്നൊക്കെ പറഞ്ഞപ്പോ എന്നിട്ട് ഓർപ്പ പറയുക, ഇല്ല ഞാൻ പോവുക, ഞങ്ങളും പോരുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോവുക എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ രൂത്തിനോട് നവോമി പറയുന്നൊരു കാര്യമുണ്ട്, രൂത്തേ നിനക്ക് പോണോ, നിനക്കും പോകാം. ഹല്ലേലൂയ. രൂത്ത നിനക്ക് പോണോ, നിനക്കും പോകാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും കർത്താവിന് പറയാനുള്ളത് ഇത് തന്നെയാ, നിങ്ങൾക്കും പോണോ. പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ആരംഭത്തിൽ കൈപിടിച്ച് ഒത്തിരി പേരുണ്ട്. ചിലപ്പോൾ അവരിന്ന് ഭൗതികമായിട്ട് ഒത്തിരി നല്ല നിലയിലായിരിക്കും. ചിലപ്പോൾ അവരുടെ കൂടെ കൂടാനായിട്ട് ഒത്തിരി ആൾക്കാർ, മിടുക്കന്മാരും മിടുക്കികളും അച്ചാച്ചന്മാരും ആന്റിമാരും പാസ്റ്റർമാരും അമ്മാമ്മമാരും ഒക്കെ അവരുടെയൊക്കെ കൂടെ കൂടാനായിട്ട് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ കൂടെ ആരും ഇല്ലായിരിക്കും കേട്ടോ. എന്നോട് അക്സ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം, അക്സ എന്നോട് പറഞ്ഞു, അച്ചാച്ച ഒരു 7 or 8 പേര് അല്ല 5 or 6 പേരെ കാണുകയുള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നക്സ, എല്ലാ ആഴ്ചയിലും ഞാൻ ആരാധന നടത്താൻ പോകുന്ന ആ സഭയിൽ ഇത്രയും പേരേ ഉള്ളൂ. അപ്പൊ നേരെ മുഖത്തോട് മുഖം നോക്കി ഞാൻ സംസാരിക്കുന്ന എൻ്റെ കൊച്ചു സഭയാണ്. എൻ്റെ കൊച്ചു സഭയില് ഈ 5-6 പേരേ ഉള്ളൂ. അപ്പൊ അവരോട് സംസാരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം 6 പേര് 7 പേര് എന്ന് പറയുന്നത് വലിയ ജനക്കൂട്ടമാണ്. സ്വത്രം. പ്രിയപ്പെട്ടവര്, കൂടെ നിൽക്കാൻ ഒത്തിരി പേര് കണ്ടെന്ന് വരത്തില്ല, കൂടെ നിൽക്കാൻ അച്ചാച്ചന്മാര് കണ്ടെന്ന് വരത്തില്ല, ഗ്രൂപ്പിൽ കൂടെ നിൽക്കാൻ നമ്മളൊരു വിഷയം പറയുമ്പോൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടം കണ്ടില്ലെന്ന് വന്നേക്കാം. ഹല്ലേലൂയ. കൂടെ നിൽക്കുന്നവരോട് ചോദിച്ചു, ദൈവം എനിക്ക് തന്ന വിഷനാണിത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യഹോവ നിസ്സി എന്നുള്ള ഈ വിഷൻ തന്ന ഒരാളുണ്ടാകാം. ആരെങ്കിലും ഒരാളുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ആ ഒരു വിഷൻ തന്നിട്ടുണ്ടാകാം. ആ വിഷൻ തന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എന്താ പറയാ, ആത്മാവിലൊരു ചിന്ത, ആ വ്യക്തിക്ക് ഇനി ആരൊക്കെ മാറിയാലും അവർക്ക് മാറാൻ പറ്റത്തില്ല. സ്തോത്രം. അവരെ സംബന്ധിച്ച് അവർക്ക് മാറാൻ പറ്റില്ല. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം ആരുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും മാറാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഓർപ്പിക്കുന്നു, മാറരുത്. ദൈവമാണ് ദർശനം തന്നതെങ്കിൽ, ദൈവമാണ് നിയോഗം തന്നതെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ. സമയത്തിന് പരിധി കൊണ്ട് ഞാൻ വേഗത്തിലൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ആരാ സ്വപ്നം കാണിച്ച യോസേഫിനെ? യോസേഫെ, നിന്നെ സ്വപ്നം കാണിച്ച ദൈവമാ. സഹോദരങ്ങൾ വന്ന് മുമ്പിൽ വന്ന് കുമ്പിട്ട് നിൽക്കുന്നത് സ്വപ്നം കാണിച്ചത് നിന്നെയാ ദൈവം. അപ്പം പറഞ്ഞത് കേട്ടിട്ട് നീ അത് മറന്നു കളയല്. ചേട്ടന്മാർ അച്ചാച്ചന്മാർ പറയുന്നത് കേട്ട് നീ അത് മറന്നു കളയത്. ദൈവം കാണിച്ച സ്വപ്നം നിന്നെയാണെങ്കിൽ, കാരാഗ്രഹത്തിനകത്തായാലും പൊത്തിഫേറിന്റെ വീട്ടിലായാലും സിംഹത്തിന്റെ കുഴിക്കകത്തായാലും ഏത് സാഹചര്യത്തിന്റെ നടുവിലാണെങ്കിലും ദാനിയേലിനെ അവിടെ എത്തിച്ചവൻ, യോസേഫിനെ അവിടെ എത്തിച്ചവൻ. ഹല്ലേലൂയ. എന്തിനേറെ പറയുന്നു, നമ്മളെ ഇവിടം വരെ എത്തിച്ച സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മുടെ കാണിച്ച ആ ദർശനത്തിന് പരിസമാപ്തിയിലേക്ക് നമ്മളെ എത്തിപ്പിക്കും. ചോദ്യം മറന്നു പോകരുതേ, നിങ്ങൾക്കും പോണോ? രൂത്തിനോട് ചോദിക്കുക, രൂത്തെ നിനക്കും പോണോ? പൊക്കൂ. ഹല്ലേലൂയ. ആ ഭാഗം പറയുമ്പോ വേഗത്തിൽ എന്റെ മനസ്സിലേക്ക് നമ്മുടെ അരുമനാഥനായ കർത്താവ് ഇതേ ചോദ്യം തന്റെ കൂടെയുള്ളവരോട് ചോദിച്ചായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 67-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 67-ാം വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെയാ കാണുന്നത്, 6:67 ഇങ്ങനെയാ കാണുന്നത്. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഭാഗങ്ങളായി എടുത്തെടുത്ത് പറയുന്നില്ല, സമയത്തിന്റെ പരിധി ഉണ്ടല്ലോ. ആമേൻ. അവിടെ ഇങ്ങനെയാ കാണുന്നത്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അതിന്റെ മുമ്പുള്ള ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, അവിടെ കർത്താവ് തന്റെ വരവിന്റെ ലക്ഷ്യം, എന്തിനു വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നുള്ള തന്റെ പദ്ധതിയെ A to Z പറഞ്ഞു. A to Z പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ തൊട്ട് മുമ്പിലത്തെ വാക്യം 67 തൊട്ട് മുമ്പ് 66-ാം വാക്യത്തില് നമ്മൾ ഇങ്ങനെയാ കാണുന്നത്, പലരും പിൻവാങ്ങിപ്പോയി. സ്തോത്രം. യേശു കർത്താവ് നമ്മള് ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണേ. ഈ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടത്തിലാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഈ കൂട്ടായ്മക്കകത്ത് നമ്മൾ നാളെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും നോ പറയത്തില്ല, ആരും ഒരു എതിർപ്പ് പറയത്തില്ല. നാളെ ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും നോ പറയത്തില്ല, ഓക്കെ കുഴപ്പമില്ല, പാസ്റ്റർ വരട്ടെ, കയറിക്കോട്ടെ എന്ന് പറയും. പക്ഷേ ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, നമ്മുടെ നോർമലി ഉള്ള നമ്മുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ഒരു കൊച്ചു സ്നേഹകൂടാരം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്.
അതിന് പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് പ്രാർത്ഥനയുണ്ട്. പ്രിയമുള്ളവരെ, പല ബുധനാഴ്ചകളിലും 9:30 സൂം ഓണാക്കി ഗൂഗിൾ മീറ്റ് ഓണാക്കി വെച്ചിട്ട് ഒരു ഫോണിൽ ഗൂഗിൾ മീറ്റ് ഓണാക്കി അടുത്ത ഫോണിൽ ഇരുന്ന് വിളിയാ, അച്ഛാ കയറണം കേട്ടോ, ആൻറ്റി മീറ്റിങ്ങിന് കയറേ, ചേച്ചി മീറ്റിങ്ങിന് കയറണേ. ഞാൻ ഒരു 3-4 പേര് ഇരുന്ന് വിളിക്കുക. ഈ വിളിക്കുന്ന നേരം ഉണ്ടെങ്കിൽ ഈ 3-4 പേർക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ വിളിച്ചാലും പറഞ്ഞ പോലെ അവിടെ ഇവിടെ 3-5 പേര് വന്നു കയറും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുക, എൻ്റെ വരവിന്റെ ലക്ഷ്യം ഇതാ, എന്നെ കുറിച്ചുള്ള പിതാവിന്റെ ഉദ്ദേശം ഇതാണെന്ന് പറഞ്ഞപ്പം ഒത്തിരി പേര് വിട്ടുപിരിഞ്ഞു പോയി. ഹല്ലേലൂയ. അപ്പോഴാണ് കർത്താവിന്റെ ചോദ്യം, ഹല്ലേലൂയ, തന്റെ വരവിന്റെ ലക്ഷ്യവും പദ്ധതിയൊക്കെ പറയാം. പോയവർ വെറുതെ വന്നവരല്ല, അവരും ശിഷ്യന്മാർ തന്നെയാ. പേരെന്താ? ദൈവദാസൻ, സുവിശേഷകൻ, ഡോക്ടർ, റവറന്റ്, പ്രവാചകൻ, ദൈവദാസി, പ്രവാചകി, ശുശ്രൂഷക്കാരി, പ്രാർത്ഥനക്കാരി, ഇതാ പേര്. പക്ഷേ ലക്ഷ്യം പറഞ്ഞപ്പം ടാറ്റ. സ്തോത്രം. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത ഞാൻ പറയുന്നതെന്ന്. ഉറപ്പിച്ച് പറയാം, നമുക്കാർക്കും സുഖകരമായ ഒരു പട്ടുമെത്തയിൽ കിടന്നുള്ള ഒരു ജീവിതം നയിക്കാനായിട്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. എല്ലാവരും പറയാറുണ്ട്, സുവിശേഷ വേല ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടും. 100% ശരിയാ. സുവിശേഷ വേല ചെയ്യുന്നവരും കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, രുചികരമായ ഒരു പഴം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ പഴത്തിന്റെ കമ്പിൽ നിൽക്കുന്നതായ മുള്ള് ചിലപ്പോഴൊക്കെ മേത്ത് കൊണ്ടെന്ന് വന്നേക്കാം. ആ മുള്ള് കൊള്ളാതെ ഒരിക്കലും രുചികരമായ ഒരു പഴം നമുക്ക് കഴിക്കാൻ കഴിയില്ല. കൈപ്പേറിയ അനുഭവത്തിന്റെ മധ്യേ നിന്റെ തീരുമാനം എന്താ? നിന്റെ ഡിസിഷൻ? എടുത്ത തീരുമാനം ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഞാനും അനുവും കൂടെ ഞങ്ങള് ദൈവസന്നിധിയെ പ്രാർത്ഥിച്ച് ഒരു 2 മാസമേ ആയുള്ളൂ അനുവിന് വിദേശത്തേക്ക് പോകാൻ, ഇസ്രായേലിലേക്ക് പോകാനായിട്ടുള്ള വഴികൾ തുറന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനങ്ങൾ പലതുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന കാര്യം, ഞാൻ അവരെ ഓർപ്പിക്കുന്നത്, എടുത്ത തീരുമാനത്തിൽ ഒന്നുപോലും മാറിപ്പോകാൻ ദൈവം അനുവദിക്കരുതേ. നമ്മിൽ പലർക്കും, ഞാനടക്കം പലർക്കും, ജോലി കിട്ടുമ്പോൾ നമുക്കൊരു തീരുമാനമുണ്ട്, ജോലി കിട്ടി 3-4 മാസം കഴിയുമ്പോൾ നമ്മുടെ ഒരു തീരുമാനമുണ്ട്. സ്തോത്രം. ദൈവവേലയ്ക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു തീരുമാനമുണ്ട്, നല്ലൊരു സഭ കിട്ടിക്കഴിയുമ്പോൾ ഒരു തീരുമാനമുണ്ട്. കർത്താവ് പറയുക, നിങ്ങൾക്കും പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ? ഇപ്പോഴതിന്റെ അവസ്ഥ എന്താണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. 68 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആരോടാ ഈ ചോദിച്ചെന്നറിയാമോ? ഈ 12 പേരോട്, തന്റെ ഇന്നർ സർക്കിളിലുള്ള 12 പേരോടാ ദൈവം ചോദിക്കുന്നത്. ചോദ്യം 12നോട്, പക്ഷേ മറുപടി പറയാൻ ഈ 11 കെൽപ്പില്ലായിരുന്നു. 12 പേരോട് ചോദിച്ചു, നിങ്ങൾക്ക് പൊക്കൊള്ളാൻ മനസ്സുണ്ടോ? പക്ഷേ അതിനകത്തുനിന്ന് ഒരുത്തരം എഴുന്നേറ്റ് പറയുക, പത്രോസും മാത്രം എന്നിട്ട് പലരും മൗനമായിരിക്കുമ്പം മറുപടി പറയാൻ ഒരുവൻ എഴുന്നേറ്റ് പറയുകയാണ്, ഹല്ലേലൂയ, നിത്യജീവന്റെ മൊഴികൾ തരാനായിട്ട് നീയല്ലാതെ വേറെ ആരുമില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൂടെയുള്ള 11 മൗനമായി മാറിയിരിക്കട്ടെ, കൂടെയുള്ള 11 മിണ്ടാതിരിക്കട്ടെ. പക്ഷേ തീരുമാനമെടുത്തത് നീയാണ്. ദർശനം തന്നത് നിനക്കാണ്. പത്രോസേ, ദർശനം തന്ന നിനക്ക് മാറിപ്പോകാൻ അനുവാദമില്ല. മറുപടി ഭൗതികമല്ല. പത്രോസ് പറഞ്ഞത് മറുപടി ഭൗതികമായിട്ടല്ല, നിത്യജീവന്റെ മൊഴികൾ നിന്റെ അടുക്കലുണ്ട്. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രാധാന്യം എന്തിനാ കൊടുക്കുന്നേ? പ്രാധാന്യം നിത്യതയുമായി കണക്ട് ചെയ്യാനായിട്ട് നീയേ ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പത്രോസ് പറയുകയാണ്, ഞങ്ങൾ പോകില്ല. പ്രാധാന്യം എന്തിനാ? സാഹചര്യം എന്തുമാകട്ടെ, സ്ഥലം ഏതുമായിക്കോട്ടെ, UK ആയിക്കോട്ടെ, അയർലൻഡ് ആയിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, ഇസ്രായേലിലായിക്കോട്ടെ, അമേരിക്കയിൽ എവിടെയോ ആയിക്കോട്ടെ, എവിടെയായാലും ദൈവവചനത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ദൈവജനം തയ്യാറാകണമെന്ന് ഇന്ന് രാത്രികാലം ഓർപ്പിക്കുക. കുറിവാക്യത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല കേട്ടോ. തമ്പുരാൻ ചോദിച്ചതും ഇത് തന്നെയാ, നിങ്ങൾക്ക് പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? ഓർപ്പ ചുംബിച്ചു പിരിഞ്ഞു, രൂത്തോ അവളെ പറ്റി നിന്നു. ചോദ്യം, രൂത്തേ, നീ എന്താ പോകാത്തെ? ഹല്ലേലൂയ. 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, നിന്റെ എല്ലാം എന്റെ. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിച്ചതേ, രൂത്ത് ഭയങ്കര സ്വാർത്ഥതയായതുകൊണ്ടാ രൂത്ത് അങ്ങനെയൊക്കെ ചെയ്തു. രൂത്ത് ചിന്തിച്ചു, അച്ചാച്ചൻ അപ്പം പോയി, അപ്പം സ്വത്തെല്ലാം മമ്മിയുടെ പേരിലായി. ഈ എൻ്റെ അച്ചാച്ചനും മരിച്ചു, ചേട്ടനോ അനിയനോ ആയിരുന്നാലും മറ്റേ അച്ചാച്ചനും പോയി. അപ്പം സ്വത്തിന് ഇനി അവകാശികളും മമ്മിയും ഞാനും
ഓർപ്പയും. ആ, അപ്പൊ ഇവിടെ മെല്ലെ നോക്കുമ്പോ നൈസായിട്ട് ഓർപ്പയും അങ്ങോട്ട് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ മമ്മിയും ഞാനും ഇച്ചിരി കൂടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മിയുടെ കാലം കഴിയും. അപ്പൊ പിന്നെ ഞാൻ മാത്രം. ഇങ്ങനെയാണ് രൂത്തിന്റെ ചിന്ത എന്നാണ് മാനുഷികമായിട്ട് ഞാൻ ചിന്തിച്ചത്. പക്ഷേ അല്ല കേട്ടോ, രൂത്തിന്റെ മറുപടിയിലേ രൂത്തിന്റെ മറുപടിയില് രൂത്ത് പറഞ്ഞ മറുപടി നിന്റെ സ്വത്ത് എന്റെ എന്നല്ല പറഞ്ഞേ. ഈ നവോമിക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹം ഉണ്ടായെന്ന് എന്താണെന്നറിയാവോ? എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്ന പിൻതലമുറക്കാരെ അവിടെ നടത്തിയ വിധങ്ങളെ പറ്റി ഞാൻ ഇവിടെ അറിഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞാൽ, അവിടെ ആയാലും ഇവിടെ ആയാലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്ന നവോമിയെ പറ്റി രൂത്ത് തിരിച്ചറിഞ്ഞപ്പോ രൂത്തിന് മനസ്സിലായി, ഇവളുടെ ദൈവം ചില്ലറക്കാരനല്ല. ആ ദൈവം, ആമേൻ, ആ ദൈവം എന്നെ പോറ്റിപ്പുറത്തും. അതുകൊണ്ടാണ് രൂത്ത് പറഞ്ഞ് നിന്റെ ദൈവം എന്റെ ദൈവം. രൂത്തിനെ പഠിപ്പിച്ച ഒരു പാഠം, 3 ശവപ്പെട്ടി മുറ്റത്ത് വന്നപ്പോഴും പതറാതെ നിൽക്കാൻ ഒരു ദൈവകൃപയുണ്ടായിരുന്നു. രാമന, ആമേൻ, ഹല്ലേലൂയ. കല്ലേറ് മേടിക്കുമെന്ന് അറിഞ്ഞിട്ടും തിരിച്ചു പോകാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു, മനോധൈര്യം ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും നിന്നെ വിട്ടുകളയാത്തൊരു ദൈവമുണ്ടെങ്കിൽ, ആമേൻ, അതൊക്കെ ഇനി എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടുപോകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹലോ, ചുംബിച്ച് പോകുന്ന ഓർപ്പയായിട്ട് മാറാനാണോ നീ ആഗ്രഹിക്കുന്നത്? അതോ ചേർന്ന് നിൽക്കുന്ന രൂത്തായിട്ട് നിൽക്കാനാണോ തയ്യാറാകുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. രൂത്തെ, സ്വഭാവത്തിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തണം കേട്ടോ. ഹല്ലേലൂയ. നവോമിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ട് വെറുതെ ചാടിക്കേറി നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ പോരാ. ഹല്ലേലൂയ. രൂത്തിന്റെ 1-2 സ്വഭാവം കൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ എടുക്കണ്ട. 2:2 വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കോട്ടെ. സ്തോത്രം, ആമേ. രൂത്തിനെ അന്വേഷിച്ചാൽ വേണേ മനസ്സിലാകുമായിരുന്നു. ആമേ, ഹല്ലേലൂയ. എന്താ പറയാ, അവിടെ ഒരു മരുമോളെ അധികാരം എടുത്തില്ല. അമ്മായിയോട് ചോദിക്കുക, ഞാൻ പോയി പെറുക്കിക്കോട്ടെ, ഇനി അമ്മ മര്യാദക്ക് ഇരുന്നോണം, മമ്മിയെ നോക്കാൻ ഇനി ഞാനേ ഉള്ളൂ എന്നല്ല പറഞ്ഞത്. മമ്മി, ഞാൻ പോയി പെറുക്കിക്കോട്ടെ. ആ റിക്വസ്റ്റാ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ട അനീഷ് കാവാലത്തിന്റെ ഭാഷ പറഞ്ഞ വേണ്ട, ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കട്ടിയിലൊക്കെ അദ്ദേഹം ഈ അമ്മമാരോട് മക്കളൊക്കെ ഇടപെടുന്നതൊക്കെ ചില കട്ടിയിലൊക്കെ പറയാറുണ്ട്. ആ രീതിയിലൊന്നും അല്ല രൂത്ത് പറഞ്ഞത്. രൂത്ത് പറഞ്ഞത്, ഞാൻ പോയി പെറുക്കിക്കോട്ടെ, റിക്വസ്റ്റ് ചെയ്യുക. ആ താഴ്മയാണ് രൂത്തിനെ മാനിക്കാൻ തക്കവണ്ണം ഇടയായത്. സ്തോത്രം. അതേ താഴ്മ വീട്ടിനകത്ത് മാത്രമല്ല താഴ്മ കണ്ടത്, ആ താഴ്മ ഇവൾ ചെന്ന കണ്ടത്തിലും കണ്ടു. ഇവൾ വയലിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചോദിക്കുക, അവിടെ യജമാനൻ വന്ന് ബോവസിനോട് പറയുന്ന, മേൽനോട്ടക്കാരൻ ബോവസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അവൾ വന്ന് ചോദിച്ചു, ആ കൊയ്തു പോകുന്ന ആളുകളുടെ പിന്നാലെ പെറുക്കിക്കോട്ടെ. വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ അവക്കറിയാം ഇതെന്റെ ബന്ധുവിന്റെ പറമ്പാണെന്നുള്ളത് വേണേൽ അവർക്ക് കണ്ടുപിടിക്കാമായിരുന്നു. എന്നാൽ ബന്ധം പുതുക്കി അവകാശം സ്ഥാപിച്ചല്ല, നീ ബന്ധം പറയാതിരുന്നാൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ, ചില ആളുകളൊക്കെ ഉന്നതന്മാരുണ്ട്, ഉന്നതന്മാര് പിടിപാടുണ്ട്, അച്ചാച്ചന്മാരുണ്ട് എന്നുള്ളതായ ചിന്തയൊക്കെ ഒന്ന് മാറ്റിവെച്ചു ബന്ധം പറയാതിരുന്നാൽ ദൈവം, ആമേൻ, അവരെ കൊണ്ട്, ആമേൻ, ബന്ധം പറയാതിരുന്നാൽ അവൻ നിന്നെ ബന്ധുവാക്കി മാറ്റും. ഹല്ലേലൂയ. അച്ചാച്ചാ ഞാൻ ഇന്നാരാന്ന് പറയാതിരുന്നാൽ, ഹല്ലേലൂയ, തമ്പുരാൻ പറയുക, നിന്നെ യഥാർത്ഥത്തിൽ ഞാൻ അവനെ നിന്റെ അച്ചാച്ചനാക്കി മാറ്റും. സ്തോത്രം, ആമേൻ. ഞാൻ അത്രയും പറഞ്ഞ് ഞാൻ ഭാഗം പിടിക്കുക. 2-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാ കാണുന്നത്? നിന്നെ കുറിച്ചൊരു കേൾവി ദേശത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. രൂത്തേ, നവോമിയുടെ പിന്തുടർച്ചക്കാരി എന്നുള്ളതായ നവോമിക്ക് വേണ്ടി അവൾ ചെയ്തത്, മകളോനും കില്യോനും പോയപ്പോൾ അവൾ ചെയ്തത്, അവർക്ക് വേണ്ടിയൊക്കെ അവർ എന്നോട് പറഞ്ഞാൽ അവിടെ സ്വഭാവം അടിമുടി ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. വീട്ടിൽ മാത്രമല്ല നാട്ടിലും ഒരു കേൾവി ഉണ്ടായിരുന്നു. സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവൾ എന്നുള്ളൊരു കേൾവി നിന്നെ കുറിച്ച് നാട്ടിലുണ്ടാകണമെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ദൈവാത്മാവ് ഞാൻ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീട്ടിനകത്ത് എന്നെ കുറിച്ച് നല്ല കേൾവി ഉണ്ടായിരിക്കാം. എന്റെ അച്ചാച്ചൻ എന്നെ പറ്റി നല്ലതേ പറയത്തുള്ളൂ, എന്റെ പപ്പ എന്നെ പറ്റി നല്ലതേ പറയത്തുള്ളൂ, എന്റെ മമ്മി എന്നെ പറ്റി നല്ലതേ പറയും. നോ, അല്ലല്ല. പുറത്തെന്താണ് നിന്നെ കുറിച്ചുള്ള പറച്ചിൽ? ഹല്ലേലൂയ. അവൾ ഭയങ്കരിയാണെന്നാണോ പറയുന്നത്? അവളൊരു പാവം കൊച്ചാണെന്നാണോ പറയുന്നത്? ദൈവഭയമുള്ളവളാണെന്നാണോ പറയുന്നത്? എന്താണ് നമ്മെ കുറിച്ച് പുറത്തുള്ള പറച്ചിൽ? ഹല്ലേലൂയ. 2-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെയാ കാണുന്നത്. ഞാൻ വേഗത്തിൽ ഓടിച്ചു വിടുകയാണ്, ക്ഷമിക്കണേ. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാ നമ്മൾ കാണുന്നത്. അവര് എന്താ പറയുന്നത്? അവൾ ബോസ് പറയുക, നീ അടുത്ത് വന്നിരുന്ന് ഇവരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കെ കർഷണം ചാറിൽ മുക്കിക്കോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൾ എവിടെ ആയിരുന്നു? അവൾ ദൂരത്തായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇവൾ പോയ കണ്ടത്തിൽ ഇവൾ ഒറ്റപ്പെട്ടു.
ഇവള് പെറുക്കാൻ പോയ സ്ഥലത്ത് ഇവൾ ഒറ്റപ്പെട്ടു. ഇന്ന് രാത്രികാലം ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ചേർത്തിരുത്തി ആമേൻ കഷണം ചാറിൽ മുക്കിക്കോ എന്ന് പറഞ്ഞ് ബാല്യക്കാരുത്തികളോട് ആമേൻ നിന്നെ മാറ്റി ഇരുത്തിയ കാരണക്കാരായ ആളുകളോട് കൂടെ ചേർത്തിരുത്തി യജമാനന്റെ പ്ലേറ്റിനകത്തു നിന്ന് ഭക്ഷിക്കുന്ന അനുഭവത്തിലേക്ക് റൂത്തിനെ മാറ്റിയതുപോലെ ഇന്ന് രാത്രികാലം ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന, ഒറ്റപ്പെട്ട അനുഭവത്തിലിരിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ ഓർപ്പിക്കട്ടെ, നിന്നെ ചേർത്തിരുത്തി ആമേൻ അനുഗ്രഹിപ്പാൻ, ചേർത്തിരുത്തി വിശപ്പടക്കുവാൻ കഴിയുന്നൊരു ബോവസാണ് നസ്രയനായ യേശു ക്രിസ്തു എന്ന് ഇന്ന് രാത്രി വ്യക്തമായി ഓർപ്പിച്ചുകൊണ്ട് പറയട്ടെ. അവന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വന്നുകൊള്ളുക. ചേർത്തിരുത്താൻ അവൻ വിശ്വസ്തനായ ദൈവമത്രേ. സ്തോത്രം. ഹല്ലേലൂയ. റൂത്തേ, നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒറ്റപ്പെടുത്തി നിർത്തുന്ന ചേർത്തിരുത്തി വെച്ച് പൊക്കോന്ന് പറയുകയല്ല. മുമ്പോട്ട് അധ്യായങ്ങൾ വായിക്കുമ്പോഴൊക്കെ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ചാറിൽ മുക്കിക്കോളാൻ പറഞ്ഞു, മലര് കൊടുത്തുവിടുന്നു, കഷണം കൊടുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ക്ഷാമത്തിനിടയ്ക്കും ആമേ ക്ഷാമത്തിൽ നിന്ന് വന്ന നിനക്ക് തൃപ്തി തരുവാൻ അവൻ മതിയായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു കൊച്ചു സാക്ഷ്യം കൂടെ വേഗത്തിൽ ഞാൻ പറയട്ടെ. ചെറുതായിട്ടെങ്കിലും ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നാം തയ്യാറായാൽ ചെയ്യുന്ന ഏത് കാര്യത്തിലും വ്യക്തമായി കർത്താവ് ആർക്കും കടക്കാരനല്ല കേട്ടോ. അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ആരംഭ സമയത്തിൽ വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്ന സമയത്ത് നമുക്കൊക്കെ ചെറിയ ശമ്പളം കിട്ടുമ്പം ദശാംശം കൊടുക്കാൻ വലിയ ഉത്സാഹമാ. വലിയ ശമ്പളം കിട്ടുമ്പം ദശാംശം കൊടുക്കാൻ ഒരു ഇച്ചിരി മടിയാ. സ്തോത്രം. പല ആളുകളെ അയ്യോ നിങ്ങളുടെ ആരുടെയും കാര്യങ്ങളല്ല, നിങ്ങളൊക്കെ അനുഗ്രഹം പ്രാപിച്ചവരാ. പല ആളുകൾ, ഞാൻ ഈ കഴിഞ്ഞ വർഷം വരെയും ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. കൃത്യമായി ജോലി ചെയ്ത് ദൈവനാമത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ആളാ. അതുകൊണ്ട് ജോലിക്കാരെ കുറ്റക്കാരനായിട്ട് കണ്ടുകൊണ്ടല്ല പറയുന്നത്. ദൈവം അവസരങ്ങൾ മാറ്റി തന്നു. ഞാൻ പറഞ്ഞത് ദൈവനാമത്തിന് വേണ്ടി സാമ്പത്തികമായി കൊടുത്തിട്ട് ശക്തമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്താൽ അളക്കുന്ന അളവിനകത്ത് തന്നെ ദൈവം തിരിച്ചു തരും. ഇനിയല്ല, കർത്താവിന്റെ നാമത്തിന് നമ്മുടെ ഞാൻ അനുവുമായിട്ട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണത്തിന് ഞാൻ ആരുടെയെങ്കിലും മുമ്പിൽ കൈ നീട്ടേണ്ടി വരുന്ന സാഹചര്യം ഒരു കാരണവശാലും എനിക്ക് ദൈവം വരുത്തത്തില്ല എന്ന് ഞാൻ എല്ലാവരോടും എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, മക്കളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞു. കാരണം വേറൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ധാരാളം ദൈവദാസന്മാരെ കൃപയാൽ 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 വലിയ രുചികരമായ ഭക്ഷണമല്ല ഞങ്ങൾക്കുള്ളതിന്റെ വീതം ഞങ്ങൾ പോലും കഴിക്കാതെ മാറ്റിവെച്ച് ദൈവദാസന്മാർക്ക് കൊടുക്കാൻ കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ ഒരുമിച്ച് ഡൽഹിയിലായിരുന്ന സമയത്ത് ഞാനും അനുവൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ച് ഒരു ദൈവദാസനെ ഒരിക്കൽ മറ്റൊരു ദൈവദാസൻ വിളിച്ച് അദ്ദേഹം നടു റോട്ടിൽ ഇറക്കി വിട്ടേച്ച് പോയി. ഈ മനുഷ്യൻ എവിടെ പോകണമെന്ന് അറിയാതെ നിന്നു. കൊണ്ടുവന്ന് എൻ്റെ കൂടെ താമസിപ്പിച്ച് മാസങ്ങളോളം എൻ്റെ കൂടെ താമസിപ്പിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യിപ്പിച്ച് നാട്ടിലേക്ക് മടക്കി അയച്ചു. അതുകൊണ്ട് ഞാൻ അനുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ആഹാരത്തിന് മുടക്കം വരത്തില്ല. മേത്തരമായി തമ്പുരാൻ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ആഹാരത്തിന് ഒരു കുറവും വരാതെ വണ്ണം സർവശക്തനായ ദൈവം പരിപാലിച്ചു. ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് സമയം കർത്താവിന് വേണ്ടി കൊടുത്താൽ കർത്താവ് നമുക്ക് വേണ്ടി സമയം തരും. സാമ്പത്തികം ദൈവത്തിന് വേണ്ടി ചെയ്താൽ ദൈവം സാമ്പത്തികമായി നമ്മളെ അനുഗ്രഹിക്കും. തെളിവ് സഹിതം നിങ്ങളുടെ അടുക്കൽ പറയാനായിട്ട് ഒത്തിരി ഉണ്ട്. ഇപ്പോഴത്തെ അനുഭവവും നിങ്ങൾക്ക് പിന്നീട് സമയം കിട്ടുമ്പോൾ ചോദിച്ചാൽ മതി. അക്ഷയ അനുവിനോട് ചോദിച്ചിട്ട് പറഞ്ഞു തരും റീസെന്റ് ഉള്ളതായ സംഭവങ്ങൾ വരെ. ഞാൻ പറഞ്ഞതിന്റെ സാരം, ദൈവനാമത്തിന് വേണ്ടി നാം ചെയ്താൽ ദൈവം നമ്മെ മാനിക്കും. രൂത്ത് അവിടെ നിന്നത് എന്താണെന്ന് വെച്ചാൽ, രൂത്ത് ആമേൻ അവൾ ചെയ്തത് എന്താ? മുമ്പോട്ട് പോകുമ്പോൾ അവളോട് പറഞ്ഞ ആ യജമാനൻ പറഞ്ഞാലും അവൾ പെറുക്കിക്കോട്ടെ എന്നേ ചോദിച്ചോളൂ. പക്ഷെ ബോവസ് എന്താ പറയാ അറിയാമോ? പോകുന്ന പോക്കിൽ ഇവക്ക് വേണ്ടി ചിലത് വലിച്ചിട്ടേക്കണം. ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പെറുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് നിങ്ങൾ ആ വയൽ പ്രദേശത്ത് ഇപ്പോഴായിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, രൂത്തെ നിനക്ക് വേണ്ടി ചിലത് വലിച്ചിടാൻ ദൈവം ചിലരോട് കൽപ്പിക്കും. നിനക്ക് വേണ്ടി ചിലത് വലിച്ചിടാൻ ദൈവം ചിലരോട് കൽപ്പിക്കും. നടക്കില്ല, സാധ്യമാകില്ല, തരില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച ചിലത് നിനക്ക് വേണ്ടി വലിച്ചിടുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ഇടങ്ങളിൽ കൽപ്പിക്കുന്നുണ്ടെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവജനത്തോട് ദൂതായി ഞാൻ പറയുക. നിനക്ക് വേണ്ടി ചിലത് വലിച്ചിടുവാൻ ബോവസിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിന്ത കൊടുത്ത് അധരാമന വൈഡമന കക്ഷസിയാന്തര ജൂഡൽ ഖദേ റിഗത്തിയാരദാലമാനവ വൈഡൽ ഖദരഘടന കക്ഷസി നിനക്കായി ചിലത് വലിച്ചിടുവാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, വലിച്ചിടാൻ അവൻ കൽപ്പിക്കും. ഒരു വീണ്ടെടുപ്പ് നിനക്കുണ്ട്. ആമേൻ. നിനക്ക് വേണ്ടി പഞ്ചായത്തിൽ സംസാരിപ്പാൻ ഒരു ബോവസിനെ
ദൈവം ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒരൊറ്റ ചുംബനം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവര്, നമുക്കറിയാം ചുംബിച്ച് പിരിയാൻ കാത്തിരുന്ന ഓർപ്പ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ചുംബിച്ച് പിരിയാൻ കാത്തിരുന്ന രൂത്ത് തിരികെ വന്നു. പക്ഷെ ഓർപ്പ ചുംബിച്ച് മടങ്ങിപ്പോയി. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അരുമനാഥനായ കർത്താവ് ഈ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ? അന്നേരം വലിയ പാട്ടുപാടി പത്രോസിനോട് കൂടെ ചേർന്ന് ബാക്കിയുള്ളവരൊക്കെ കൈയടിച്ച് പാടി, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട്, പരനെ നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. പാട്ടുപാടിയതിലെ ഒരച്ചാച്ചൻ ആൾക്കാരോട് പോയി പറഞ്ഞു, അവനെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെ കാണിച്ചു തരാം? ഒരു ചുംബനം കൊണ്ട് ഞാൻ പോയി ആരെ കെട്ടിപ്പിടിച്ചുമ്മ വെക്കുന്നോ, നിങ്ങൾ വന്ന് അവനെ പിടിച്ചൊള്ളുക, അവനാണ് യേശു. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ചുംബനം ഞാൻ ആരംഭത്തിലെ പറഞ്ഞു. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് ചിരി വന്ന ഒരൊറ്റ സമയം മാത്രമേ ഉള്ളൂ. അവൾ പ്രസവ വേദനയുടെ നടുവിലും എനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞ ആ കുഞ്ഞിന്റെ ഓമനത്തമുള്ള മുഖം എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ചുംബനം കൊണ്ട് അവൾ സ്നേഹത്തിന്റെ പ്രതീകമായി മാറി. പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചത് 12നോടാ. അയ്യോ, അങ്ങനൊന്നും ചോദിക്കല്ലേ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് 12 കൂടെ നിന്നു. പക്ഷേ അവസരം വന്നപ്പോൾ ചുംബനം കൊണ്ട്, വെള്ളിക്കാശ് കണ്ടപ്പോൾ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കാൻ തയ്യാറായ ഒരു യൂദയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ജീവിതത്തിൽ പ്രതികൂലം വന്നേക്കാം. വെള്ളിക്കാശ് കണ്ടുകൊണ്ട് അരുമനാഥനെ ഒറ്റിക്കൊടുക്കാൻ അനുവദിക്കരുതേ. വെള്ളിക്കാശ് കണ്ടുകൊണ്ട് ആമേൻ അരുമനാഥന് വേണ്ടി അരുമനാഥന്റെ ജീവിതത്തെ അരുമനാഥനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് മാറിപ്പോകുവാൻ തയ്യാറാകരുതേ. ധീരനായ പത്രോസ് അന്ന് പറഞ്ഞു, ഞാൻ പോകത്തില്ല, ഞങ്ങൾ പോകില്ല. പക്ഷേ നമുക്കറിയാം, പിന്നീട് ഈ പത്രോസും ഒരു ബാല്യക്കാരിയുടെ മുമ്പാകെ യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞു. പ്രിയരെ, നാം ഏത് കൂട്ടത്തിലാണ്? ചേർന്ന് നിൽക്കുന്ന രൂത്തിന്റെ കൂട്ടത്തിലാണോ? പറ്റി നിന്ന രൂത്താകാൻ കഴിയുമോ? അതോ ചുംബിച്ചു പിരിഞ്ഞ ഓർപ്പയോ, ഒറ്റിക്കൊടുത്ത യൂദയോ, തള്ളിപ്പറഞ്ഞ പത്രോസോ? ഏത് കൂട്ടത്തിലാണ് നിങ്ങൾ? യേശു പറഞ്ഞു, എന്റെ നിമിത്തം സകലരും നിങ്ങളെ പഴിക്കും, ദുഷിക്കും, കല്ലെറിയും. പക്ഷെ പിന്മാറി പോകുന്നവനിൽ എനിക്ക് പ്രസാദമില്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞു, പിന്മാറി പോകുന്നതിൽ എനിക്ക് പ്രസാദമില്ല. അതുകൊണ്ട് കർത്താവ് പറയുക, ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. കടന്നു പോവുക, പോകുന്നിടങ്ങളിലെല്ലാം സുവിശേഷത്തിന്റെ വക്താക്കളായി മാറുക. ഹല്ലേലൂയ. അയ്യോ, അവസരമില്ല, സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. അയ്യോ, ഞങ്ങളെങ്ങനെ സുവിശേഷം പറയുന്നത്? അയ്യോ, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചു. നോ നോ നോ. നിങ്ങളുടെ ജീവിതത്തെ, രൂത്തിന്റെ ജീവിതം എങ്ങനെയാ ബോവസിനൊരു സുവിശേഷമായി മാറിയത്? രൂത്തിന്റെ ജീവിതം എങ്ങനെയാ ബോവസിന്റെ കണ്ടത്തിലുള്ളവർക്ക് ഒരു സുവിശേഷമായി മാറിയത്? ഇന്ന് രാത്രികാലം പറയട്ടെ, ഭൗതികമല്ല, നിത്യതയെ പറ്റി ചിന്തിക്ക്. അവിടെ ധനം കൂട്ട്. ഇവിടെ സാധ്യമായില്ലെന്ന് വന്നേക്കാം. ഇവിടെ ചിലപ്പോൾ നമുക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോയി ഗ്രാമങ്ങളിൽ പോകാൻ കഴിയത്തില്ല, പരസ്യോഗം നടത്താൻ കഴിയത്തില്ലായിരിക്കാം, സഭാ ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞില്ലായിരിക്കാം. സാരമില്ലത്. സപ്പോർട്ട് ചെയ്യ്, പ്രാർത്ഥിക്ക്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ഇടിവിൽ നിൽക്ക്, കണ്ണുനീരൊഴുക്ക്. പ്രാർത്ഥനയുടെ നടുവിൽ ഒരു നിമിഷം അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ രാത്രികാലം ആത്മാവിനെ ഞാൻ ഓർപ്പിക്കട്ടെ, രൂത്തേ, നിന്നെ ഒരു അത്ഭുതമാക്കി അവൻ മാറ്റും. പുതപ്പിന്റെ കീഴിൽ ആരും അറിയാതെ പോയി കിടന്ന അനുഭവമാണ്. പക്ഷേ എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്, രൂത്ത് ആ ഭക്ഷണം കഴിച്ചിട്ട് പോയപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ബോവസ് പിറ്റേ പ്രാവശ്യം അവളുടെ കയ്യിൽ യവൻ കൊടുത്തുവിടാൻ കാരണം എന്താണെന്നറിയാമോ? അന്ന് അവൾ ഭക്ഷണം കഴിച്ചു പോയപ്പോ മിച്ചമുണ്ടായിരുന്നത് മമ്മിക്ക് വേണ്ടി അവൾ കൊണ്ടുപോയി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്ഷാമത്തിന്റെ കാലത്ത് കൂടെ ചേർന്ന് നിന്നവർക്ക് കൈ കൊടുക്കാൻ നീ തയ്യാറായാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നീ പുതച്ചിരിക്കുന്ന ഷാള് നിറച്ച് ധാന്യം നൽകി നിന്നെ മടക്കിയപ്പോൾ എന്റെ ദൈവം മതിയായ ദൈവമത്രേ. ഇന്ന് രാത്രി കാലം ഓർപ്പിക്കട്ടെ, ഈ ലോകത്തിലൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയും, ഞങ്ങൾ പരസ്യങ്ങളൊക്കെ വിളിച്ചു പറയാറുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, നമുക്ക് അയർലൻഡിൽ പോകാൻ കഴിഞ്ഞേക്കാം, UK പോകാൻ കഴിഞ്ഞേക്കാം, ഇസ്രായേലിൽ പോകാൻ കഴിഞ്ഞേക്കാം, കേരളത്തിലെ ഒരു സഭയുടെ സഭാ ശുശ്രൂഷകരായി നിൽക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ നിത്യതയ്ക്ക് നമ്മൾ നിത്യതയിലേക്ക് പോകുന്ന ടിക്കറ്റ് എടുക്കാൻ നാം മറന്നുപോയാൽ ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടം തന്നെയാണ്. ഏത് കൂട്ടത്തിലാണ് നാം? ചേർന്ന് നിൽക്കുന്ന രൂത്തിന്റെ കൂടെയോ, ചുംബിച്ച് പിരിഞ്ഞ ഓർപ്പയുടെ കൂടെയോ, തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ കൂടെയോ, ഒറ്റിക്കൊടുത്ത യൂദയുടെ കൂടെയോ? ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട രൂത്തുമാരായി നവോമിയോട് ചേർന്ന് നിന്ന് നല്ല ബോവസാകുന്ന കർത്താവിന്റെ വയൽ പ്രദേശത്തിന്റെ ഉടമകളായി മാറുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കിയ യഹോവ നിസ്സി കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും
നന്ദി അറിയിച്ചുകൊണ്ട് ആമേൻ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇത്രത്തോളം സമയം അനുവദിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഈ കൂട്ടായ്മ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. എൻ്റെ പ്രിയ സ്നേഹിതരായ നിഷയാൻറ്റിയും ബിനോയ് പാസും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനുവിനെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അക്ഷയ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ബാക്കി എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി പറയുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ചെറുതായി പരസ്യയോഗങ്ങൾ പാലക്കാട് ജില്ലയുടെ വിവിധ കവലകളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. സുവിശേഷം അറിയിക്കാനായിട്ടുള്ള ആവോളം ശ്രമങ്ങൾ നടത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്നതായ അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ്. പ്രത്യേകാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.